ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പം ഒക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ഇപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി. ദിലീപിനെ സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ല, അത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ അതിൻ്റെ വിധി വന്നപ്പോൾ പല തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നി. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ നീതിന്യായ കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടാകുമ്പോൾ ആ നീതിന്യായ കോടതിയെ തള്ളിപ്പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നടിയെ ആക്രമിച്ച കേസിൽ നിന്ന് കുറ്റവിമുക്തനായതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി ആലോചിച്ച് ദിലീപ്. വിധിന്യായം പുറത്തു വരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനമുണ്ടാകും എന്ന ആത്മവിശ്വാസത്തിലാണ് ദിലീപ്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നത് ദിലീപിന്റെ ഭാവന മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദിലീപിന് നീതി കിട്ടിയെന്നും അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനം ഉപദ്രവിക്കാനുള്ള നീക്കമാണെന്നും രാവിലെ പറഞ്ഞ UDF കൺവീനർ അടൂർ പ്രകാശ് ഉച്ചയായപ്പോൾ അതിജീവിതയ്ക്കൊപ്പം എന്ന് മലക്കം പറഞ്ഞു. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള സിനിമാ സംഘടനകളുടെ തിടുക്കത്തിൽ പ്രതിഷേധിച്ച് ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. ഈ ചർച്ചയിൽ ഭാഗ്യലക്ഷ്മി പങ്കെടുക്കും അല്പസമയത്തിനകം. അധ്യാപികയായ മാളവിക ബിന്നി, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വസന്ത് തെങ്ങുംപള്ളി, CPM പ്രതിനിധീകരിച്ച് അഭിഭാഷകയായ PM ആതിര, ആക്ടിവിസ്റ്റ് ദിനു വെയിൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി PM ആതിര, എനിക്കെതിരെ ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചനയിൽ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ ക്രിമിനൽ പോലീസ് സംഘവും പങ്കാളിയായി എന്നുള്ളതാണ് കുറ്റവിമുക്തനായ ദിലീപിന്റെ ആരോപണം. അങ്ങനെ തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയിൽ അന്വേഷണം ആവശ്യപ്പെടാൻ പോവുകയാണ്, നിയമ നടപടി ആലോചിക്കുകയാണ് എന്ന് നടനുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുമ്പോൾ അതിൻ്റെ നിയമപരമായ പോസിബിലിറ്റീസ് എന്താണ്? ഒരു കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ, ട്രയൽ കോടതി കുറ്റവിമുക്തനാക്കിയാൽ അതുവരെ ആരോപിതനായിരുന്ന ആൾക്ക് തനിക്കെതിരെയുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? അതിന്റെ നിയമപരമായ സാധ്യത എന്താണ്? ഒരു ജനറൽ ക്വസ്റ്റ്യൻ എന്നുള്ള നിലയ്ക്ക് അതൊക്കെ സാധിക്കും. ഡിഫാമേഷന് കേസ് കൊടുക്കാം, ഇതൊക്കെ സാധിക്കും. പക്ഷേ ഈ കേസിനകത്ത് വളരെ കൃത്യമായിട്ട് നമുക്കൊക്കെ ബോധ്യമുള്ളൊരു കാര്യമാണ് ഈ 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് നടത്തിയിട്ടുള്ള ഗൂഢാലോചന സംബന്ധിച്ച്. അതെന്തുകൊണ്ടാണ് ട്രയൽ കോടതി, വിചാരണ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടത് എന്നുള്ളത് സംബന്ധിച്ച് പൂർണ്ണമായ വിധിന്യായം വന്നതിന് ശേഷം മാത്രമേ തിരിച്ചറിയാൻ വേണ്ടി പറ്റുള്ളൂ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള തെളിവുകൾ കോടതി മുറിക്കകത്ത് മാത്രമല്ല പുറത്തും വോയിസ് ക്ലിപ്പുകൾ, മതിയായ രേഖകൾ എല്ലാം പുറം ലോകം കൂടി കണ്ടതാണ്. അങ്ങനെയുള്ളൊരു കേസിനകത്ത് എങ്ങനെയാണ് ഒരു കുറ്റവിമുക്തൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയത്? അതിനുവേണ്ടി എന്തൊക്കെ കൂടിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ് പൊതുസമൂഹം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് സാധിച്ചെടുത്തത്? അതിനുവേണ്ടി നടത്തിയിട്ടുള്ള കൂടിയ കുറ്റകൃത്യങ്ങൾ വേറെ എന്തൊക്കെയാണ്? ഈ കോടതിക്ക് മുൻപാകെ ഉണ്ടായിരുന്ന എവിഡൻസിൻ്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ഉൾപ്പെടെ വന്നത് സംബന്ധിച്ച് അതൊക്കെ സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കുറ്റവിമുക്തനാകുന്ന അവസ്ഥയിലേക്ക് ദിലീപിനെ പോലെ ഒരാൾ എത്തിയത് എന്നുള്ളത് കൂടുതൽ വ്യക്തമാകും. അങ്ങനെയൊക്കെ ദിലീപ് പോകട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ ആഴങ്ങളിലേക്ക് ഇത് പോകണം എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നിയമവ്യവസ്ഥയെ നോക്കി കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ ഒരു കേസിൻ്റെ എല്ലാ രീതിയിലുള്ള മാനിപ്പുലേഷനും എല്ലാ രീതിയിലുള്ള പ്ലാനിങ്ങും നടത്തിയൊരു ബ്രെയിൻ, ആ ബ്രെയിൻ നിന്നുകൊണ്ട് ഇന്നിങ്ങനെയൊക്കെയുള്ള അഭിനയം ക്യാമറയ്ക്ക് മുന്നിലും പൊതുസമൂഹത്തിന് മുന്നിലും ചെയ്യുന്ന സമയത്ത് അത് കേട്ട് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രം അത്ര പൊട്ടന്മാരൊന്നുമല്ല ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ. അങ്ങനെ അവരെ എളുപ്പം പറ്റിക്കാമെന്നും കരുതണ്ട. അങ്ങനെയൊക്കെ ദിലീപ് പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ, നമുക്ക് കാണാമല്ലോ എവിടം വരെ പോകുമെന്നുള്ളത്. ചെയ്ത കുറ്റകൃത്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും തെളിവിൻ്റെ ഒരു അംശം എപ്പോഴും ബാക്കിയുണ്ടാവും. അത് അപ്പീൽ കോടതിയിലായാലും അതിന് മേലെയുള്ള കോടതിയായാലും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വരെ നിയമയുദ്ധം തുടരുമെന്നുള്ളത്
പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിജീവിതയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ആ രീതിയിലുള്ള നിലപാട് തന്നെ വരും എന്നുള്ള വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് സാധാരണ കേസിൽ ഒരാളെ കള്ളക്കേസിൽ കുടുക്കിയ പോലീസിനെതിരായിട്ട് ഒരു പ്രതിക്ക് കുറ്റവിമുക്തനാവുമ്പോൾ പോകാൻ പറ്റുന്നത് പോലെയുള്ള എല്ലാ റൈറ്റ്സും ദിലീപിനുണ്ട്. ദിലീപ് പോകട്ടെ, എന്നിട്ട് തെളിയിക്കട്ടെ ഈ സംവിധാനത്തിന് മുന്നിൽ എന്ത് ഗൂഢാലോചനയാണ് ദിലീപിനെതിരായിട്ട് നടത്തിയത്, ആരാണ് നടത്തിയത്. ഇതൊക്കെ പുറത്തു കൊണ്ടുവരാൻ മാത്രം കെൽപ്പുണ്ടെങ്കിൽ ദിലീപ് ഇത് കാണിക്കട്ടെ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് സാധിക്കില്ല എന്ന് മാത്രമല്ല, ഈ കേസ് തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എല്ലാ എഫേർട്ടുകൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ശരി, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ ദിനുവയിൽ, ദിലീപ് വീണ്ടും കേരള സമൂഹത്തിന് സ്വീകാര്യനാകുമോ? കഴിഞ്ഞ 8 വർഷമായി ദിലീപ് സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് പ്രേക്ഷക സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. പൊതുസമൂഹത്തിൽ ഒരു കുറ്റവാളിയായിട്ടായിരുന്നു നിന്നത്. സാങ്കേതികമായി അദ്ദേഹം കുറ്റവാളി അല്ലാതെയായി, കുറ്റവിമുക്തനാക്കി. തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടതായി കോടതി വിധിച്ചിട്ടുണ്ട്. വിധി പ്രസ്താവം കിട്ടിയാൽ മാത്രമേ കോടതിയുടെ റീസണിങ്ങിൻ്റെ കാരണങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എങ്കിലും ഇപ്പോൾ ദിലീപ് ഒരു കുറ്റവാളിയല്ല നിയമപരമായി. സിനിമാ സംഘടനകളെല്ലാം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുനഃപ്രവേശനം ഉടനെ ഉണ്ടാകും. അതേ സ്വീകാര്യത സിനിമാ സംഘടനകളിൽ കിട്ടുന്ന സ്വീകാര്യത പൊതുസമൂഹത്തിലും ഉണ്ടാകുമോ? ഇന്നലെ എറണാകുളം ജില്ലാ കോടതിയിൽ നിന്ന് നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയായ ദിലീപ് ഇറങ്ങി വരുന്ന സമയത്ത് ലഡു വിതരണമാണ്, മാധ്യമ പ്രവർത്തകർക്ക് നേരെ വലിയ ആക്രോശമാണ്, നിറഞ്ഞ കയ്യടിയോട് കൂടിയിട്ടാണ് ഇറങ്ങി വരുന്നത്. ഏതോ സിനിമ ജയിച്ചുകൊണ്ടുള്ള ഇറങ്ങി വരലല്ലോ. എന്തിൽ നിന്നാണ് ദിലീപ് ഇറങ്ങി വന്നിട്ടുള്ളത്? 3215 ദിവസത്തെ കൂട്ടബലാത്സംഗം നേരിടേണ്ടി വന്ന ഒരു സ്ത്രീയുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിന്നാണ് ദിലീപ് സാങ്കേതികമായി മാത്രം ഇറങ്ങി വന്നിട്ടുള്ളത്. തെളിവുകളുടെ അഭാവത്തിൽ ലഭിക്കുന്ന ഒരു അക്വിറ്റൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിരപരാധിത്വത്തിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ല ഈ അക്വിറ്റൽ എന്ന് പറയുന്നത്. നിയമപരമായ നടപടിക്രമങ്ങളുടെ ഏറ്റവും താഴത്തെ തട്ടിൽ നിന്നുള്ള കേവലമായ ഒരു മോചനം മാത്രമാണ് ദിലീപിന് ലഭിച്ചിട്ടുള്ളത്. ആ സമയത്താണ് ഇത്ര അധികമുള്ള ആഘോഷങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നത്. എന്ത് തരത്തിലുള്ള ഒരു സമൂഹമാണ് നമ്മുടേത് എന്ന് റീതിങ്ക് ചെയ്യാൻ കൂടെയുള്ള ഒരു അവസരമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, പലരും പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ സഹോദരിയായിരുന്നെങ്കിൽ, മകളായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ ലഡു വിതരണം ചെയ്യുമായിരുന്നു എന്ന്. എന്തിനാണ് സഹോദരിയോ മകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുടുംബ ബന്ധം വേണോ നമ്മൾക്ക് അവളുടെ ഒരു പെയിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്? എറണാകുളം നഗരത്തിൽ 2 മണിക്കൂറോളം അവൾ അനുഭവിക്കേണ്ടി വന്ന വേദന, അതിനെ തുടർന്ന് മെമ്മറി കാർഡിൻ്റെ പോലും ഹാഷ് വാല്യൂ മാറിക്കൊണ്ട് അവളുടെ പ്രൈവസി പോലും ഇൻഫ്രിഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കുടുംബ ബന്ധം വേണോ? മനുഷ്യൻ എന്ന് പറയുന്ന പ്രാഥമികമായുള്ള ഒരു മനുഷ്യത്വമുള്ള ഒരാൾക്ക് ഒരിക്കലും ഇന്നലെ ആ കോടതി വളപ്പിൽ ലഡു വിതരണം ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2, എന്ത് തരം തൊഴിലിടങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് പ്രിയാമ്പിളിൽ. അമ്മയും ഫെഫ്കയും ഒക്കെ ഒന്നും കൂടെ അതെടുത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. സാഹോദര്യം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, അല്ലാതെ മെയിൽ പേട്രിയാർക്കൽ സോളിഡാരിറ്റി എന്നല്ല പ്രിയാമ്പിളിൽ എഴുതി വെച്ചിട്ടുള്ളത്. എന്താണ് ഇന്നലെ നടന്നിട്ടുള്ളത്? സംഘടന AMMA സംഘടന വളരെ എളുപ്പത്തിൽ പറഞ്ഞിട്ടുള്ളത് നിയമം നീതിയുടെ വഴിക്കങ്ങ് നീങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലീഗൽ ടെർമിനോളജിയിൽ പൊതിഞ്ഞാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അവൾക്കൊപ്പമാണെന്ന് കൃത്യമായി പറയുവാനോ അവൾ നടത്തിയ ഇത്രയും കാലത്തെ ഒരു പോരാട്ടത്തെ അക്നോളജ് ചെയ്യാനും പറ്റാത്ത നിങ്ങൾ എന്ത് തരം സഹവർത്തിത്വത്തെ കുറിച്ചാണ്, എന്ത് തരം ഫ്രറ്റേണിറ്റിയെ കുറിച്ചാണ് പറയുന്നത്? ഫെഫ്കയുടെ ഈ തിടുക്കം എന്തിനാണ്? താഴെ കോടതി മാത്രം അക്വിറ്റൽ നടത്തിയ മുകൾ കോടതികളിലേക്ക് അപ്പീൽ പോകാനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുമ്പോൾ എന്ത് തരം തിടുക്കമാണ് ഫെഫ്കയ്ക്കുള്ളത്? കോടതിയോടുള്ള ബഹുമാനത്താലാണോ ഈ തിടുക്കം? 3215 ദിവസം അതിജീവിത നീതിക്ക് വേണ്ടി പോരാടിയപ്പോൾ കേസിനകത്ത് തിടുക്കം വേണമെന്നില്ലല്ലോ. 7-8 വർഷം അവൾ ഇങ്ങനെ നീതിക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു തിടുക്കവും അർജൻസിയും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇതൊക്കെ വെളിപ്പെടുത്തുന്നത് വളരെ കൃത്യമായി കൊണ്ട് ദിലീപിന് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയും തൊഴിലിടവും സിനിമാ സംഘടനകളും ഇവൾക്കുണ്ടെന്നും ഇവിടെയുണ്ടെന്നും, സ്ത്രീകൾക്ക് തിരിച്ചു വരാൻ പറ്റാത്ത, അതിജീവിതമാർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത തൊഴിലിടമാണ് ഞങ്ങളുടേതെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഫെഫ്ക അടക്കമുള്ള സംഘടനകൾ ചെയ്യുന്നത്. ഇനി ഇവിടെ ചില സിനിമാ നടൻ നടിമാർ വീട്ടിലേക്ക് കയറി പോകുന്നു, പോസ്റ്റുകൾ ഇടുന്നു, ദിലീപിനൊപ്പം എന്ന് ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തങ്ങളുടെ സഹപ്രവർത്തകയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവൾ ഇന്നലെ നേരിടാൻ സാധ്യതയുള്ള ഇമോഷണൽ ആയിട്ടുള്ള അവളുടെ സ്റ്റേറ്റിനെ കുറിച്ച്, മെന്റൽ സ്റ്റേറ്റിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ റേപ്പ് നേരിട്ട
മറ്റൊരു സുഹൃത്ത് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റേപ്പ് എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രം എതിരെയുള്ള ഒരു അതിക്രമമല്ല, എൻ്റെ തലച്ചോറിനെതിരെയുള്ള അതിക്രമം കൂടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓർമ്മകൾക്ക് നേരെയുള്ള അതിക്രമം കൂടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സർവൈവർ ആയിട്ടുള്ള ഓരോ മനുഷ്യന്മാരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത വണ്ണമുള്ള ആക്രോശമാണ് ഈ കൂട്ടങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇന്നലെ ശരത് അപ്പാനിയെ പോലുള്ള ആളുകൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച കുഴിച്ചിൽ തറച്ചു, സത്യം ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു എന്നാണ്. ഇവിടെ ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അത് സർവൈവർ ആയിട്ടുള്ള ആ സ്ത്രീ മാത്രമാണ് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ടത് മിനിമം ക്രെഡിബിലിറ്റി, മിനിമം അവനവന്റെ തൊഴിലിടത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരോടുള്ള ഫ്രറ്റേണിറ്റി, ഇത്തരം എന്തെങ്കിലുമൊക്കെ മൂല്യം ഇവർക്കുണ്ടോ എന്നാണ്. യഥാർത്ഥത്തിൽ ഇവരെന്തായിരുന്നു ഇന്നലെ ചെയ്യേണ്ടത്? തങ്ങളുടെ തൊഴിലിടം എങ്ങനെ കൂടുതൽ സുരക്ഷിതമാക്കാം, തങ്ങളുടെ തൊഴിലിടത്ത് എങ്ങനെ സ്ത്രീകൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി ജോലി ചെയ്യാം, എങ്ങനെയാണ് ഈ അക്യൂറ്റലിനെതിരെയുള്ള അതിജീവിതയുടെ പോരാട്ടത്തിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഇതെല്ലാം അന്വേഷിക്കേണ്ടതിന് പകരം ദിലീപിന്റെ മെമ്പർഷിപ്പാണ് തങ്ങൾക്ക് പ്രയോറിറ്റി എന്ന് ഫെഫ്ക പറയുന്നിടത്ത് തന്നെ ഇവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അതിജീവിക്കുന്ന മനുഷ്യരല്ലെന്നും ഇവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എക്കാലത്തും പ്രതികളാക്കപ്പെടുന്ന ആളുകളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരെ പ്രൂവ് ചെയ്യുന്നത് ഹ്യൂമാനിറ്റി ഇല്ലാത്ത, മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത മനുഷ്യന്മാരാണ് തങ്ങൾ എന്നത് തന്നെയാണ്. ശരി, അതാണ് വിമർശനം. അതൊരു സാമൂഹ്യ വിമർശനമാണ്. ശ്രീമതി മാളവിക ബിന്നി, പബ്ലിക് ഒപ്പീനിയൻ ഡിവൈഡഡ് ആണ്. രണ്ട് പക്ഷം സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുനിരത്തുകളിലും ഒക്കെ കാണാം. സാങ്കേതികമായി ദിലീപ് കുറ്റവിമുക്തനാണ്. ഈ കാര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഇതുവരെ കാണിച്ച ആ സെൻസിറ്റിവിറ്റിയോടുകൂടി അതിജീവിതയ്ക്കൊപ്പം ഇനിയും നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ശുഭപ്രതീക്ഷയുണ്ടോ? ഉറപ്പായിട്ടും നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ട് പക്ഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിൽ വളരെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള അല്ലെങ്കിൽ ആണധികാരത്തിൽ അത്രയും വിശ്വസിക്കുന്ന മനുഷ്യർ മാത്രമേ ഉള്ളായിരിക്കും ഈ ഒരു കുറ്റാരോപിതനായിട്ടുള്ള ആളെ അല്ലെങ്കിൽ ഇപ്പോൾ കോടതി ഒരു ടെക്നിക്കാലിറ്റി, നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്, സാങ്കേതികതയുടെ പേരിൽ മാത്രം വെളിയിൽ വിട്ട ഒരാളുടെ കൂടെ നിൽക്കുന്നവർ വളരെ ചെറുതാണ്. ബാക്കി നിങ്ങൾ പല ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും പോയിട്ട് അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇതിൽ ഭൂരിപക്ഷവും ഫേക്ക് പ്രൊഫൈൽസ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ലോക്ക്ഡ് പ്രൊഫൈൽസ് ആണെന്ന് കാണാൻ പറ്റും. എന്നാൽ ഈ നടിയെ സപ്പോർട്ട് ചെയ്ത് അതിജീവിതയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പ്രൊഫൈലുകൾ നോക്കിയാൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തി മുമ്പോട്ട് വന്നിട്ടുള്ള പ്രൊഫൈലുകളാണെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി, എങ്ങനെ ഒരു പരാജയം ഇത്രയും നാളും നടന് വന്നോ ആ പരാജയം ഇനിയും കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പോഴും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അമ്മമാരും അച്ഛന്മാരും അമ്മൂമ്മമാരും യുവാക്കളും എല്ലാം ഉണ്ട്. ഇദ്ദേഹത്തിന്റെ സിനിമ TV-യിൽ വന്നാൽ പോലും ചാനൽ മാറ്റി കളയുന്ന, അദ്ദേഹത്തിനെ കാണണ്ട എന്ന് വിചാരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്നും കേരളത്തിലുണ്ട്. കോടതിക്ക് പരിമിതികളുള്ളൂ, ജനത്തിന് പരിമിതികളില്ലല്ലോ. കോടതികൾക്ക് ടെക്നിക്കാലിറ്റി ഉണ്ട്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് അലഹബാദ് ഹൈക്കോർട്ടിന്റെ വിധിനകത്ത് ഒരു സ്ത്രീയുടെ ബ്രസ്റ്റിനെ ഗ്രോപ്പ് ചെയ്ത്, സ്ഥാനങ്ങളെ ഗ്രോപ്പ് ചെയ്ത് പൈജാമ റിമൂവ് ചെയ്യാൻ വേണ്ടി അതിന്റെ നാടഴിച്ച ആളുടെ റേപ്പ് അറ്റംപ്റ്റ് അല്ല എന്ന് പറഞ്ഞ് വിധി വന്നിട്ടുണ്ട്. കാരണം എന്താ, നമ്മുടെ പീനൽ കോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്തിനെയാണ് റേപ്പ് അറ്റംപ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുന്നതെന്ന്. അങ്ങനെ ഈ പല പല ക്ലോസസിന്റെ പരിമിതികൾ പലപ്പോഴും കോടതികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം 30-ൽ കൂടുതൽ ആൾക്കാർ മൊഴി മാറിയ, വീണ്ടും വീണ്ടും ആവർത്തിച്ച് ജഡ്ജിനെ മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റാതിരുന്ന ഒരു വിധിയിൽ നമ്മൾ നോക്കിയാൽ 8 വർഷത്തോളം ഡ്രാഗ് ഡൗൺ ആയിട്ടുള്ള, ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്ന് പറയുമെങ്കിൽ 8 വർഷത്തോളം ഡ്രാഗ് ഡൗൺ ആയിട്ടുള്ള ഒരു വേർഡിക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ വേർഡിക്റ്റ് നീതിയല്ല, വിധി എന്ന് പറയുന്നത് നീതിയല്ല എന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിച്ച ഒരു കേസും കൂടിയാണ്. നിങ്ങൾ ഇന്ത്യയിലെ റേപ്പ് കേസസിന്റെ കൺവിക്ഷൻ റേറ്റ് എടുത്ത് നോക്കിയാൽ ഇന്നും 25, കഴിഞ്ഞ ഒരു 10 വർഷത്തെ റേറ്റ് എടുത്ത് നോക്കിയാൽ 25% മുകളിൽ പോയിട്ടില്ല. കാരണം നമ്മുടെ ജുഡീഷ്യൽ സ്പേസസും നമ്മുടെ ബാക്കി ഉള്ള പല ഭരണത്തിന്റെ സ്പേസസ് പോലെ തന്നെ ആണധികാര കേന്ദ്രങ്ങളായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതിനെ സമൂഹ മനസാക്ഷി ചോദ്യം ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളൈറ്റ്സിനെ ഓർത്ത് ഞാൻ വളരെ പ്രൗഡായിട്ടുള്ള, ഞാൻ യൂഷ്വലി കേരളത്തിനെ വളരെ വലിയ രീതിയിൽ ക്രിട്ടിക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. പക്ഷെ കഴിഞ്ഞ കുറേ ദിവസത്തിൽ ഈ വിധി
വന്നതിന് ശേഷമുള്ള പല റെസ്പോൺസസും ഒരുപാട് ചേച്ചിമാർ, ഒരുപാട് പുരുഷന്മാർ ഈ വിധി വന്നിട്ട് എത്ര അസ്വസ്ഥരായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന കണ്ടിട്ട് ഞങ്ങൾ ഇനിമേൽ ഇപ്പൊ ബോയ്ക്കോട്ട് പേട്ടൻ എന്ന് പറഞ്ഞ ഹാഷ്ടാഗിൽ ഓൾമോസ്റ്റ് 100,000 പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് സോഷ്യൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പബ്ലിക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഉണർന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ അവരുടെ റോള് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടത് കാണുന്നത് എനിക്ക് ആസ് എ കേരളൈറ്റ് വളരെ അഭിമാനം തോന്നുന്ന കുറച്ച് ദിവസങ്ങളുമാണിത്. ശരി, ഓക്കെ. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, UDF നിലപാട് പറയേണ്ട ആൾ UDF കൺവീനർ ആണല്ലോ. UDF കൺവീനർ പറയുന്ന നിലപാട് UDFന്റെ നിലപാടായിരിക്കും. രാവിലത്തെ UDF കൺവീനറുടെ നിലപാട് ദിലീപിന് നീതി കിട്ടി എന്നുള്ളതായിരുന്നു. ഉച്ചക്കത്തെ UDF കൺവീനറുടെ നിലപാട് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നുള്ളതായിരുന്നു. വൈകുന്നേരത്തെ നിലപാട് ഇപ്പോൾ 7:45 ഇതുവരെ വന്നിട്ടില്ല, വരുമോ എന്നറിയില്ല. അപ്പോൾ ഇതൊക്കെ UDFന്റെ നിലപാടായി കാണേണ്ടി വരുമല്ലോ. ഒരിക്കലുമില്ല ശ്രീ അഭിലാഷ്. രാവിലെ അദ്ദേഹം പറഞ്ഞ നിലപാടിൽ അദ്ദേഹം തന്നെ ചേർത്ത് വെച്ചൊരു വാക്കുണ്ട് വ്യക്തിപരമായി എന്ന്. അത് വ്യക്തിപരമായ നിലപാടാണ്. പക്ഷെ അത് പറഞ്ഞ് മണിക്കൂറുകൾക്കിപ്പുറത്ത് ആ നിലപാട് തിരുത്തിച്ച് ഔദ്യോഗിക UDFന്റെ നിലപാട് ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളോട് പറയിപ്പിച്ചത് UDF ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നോക്കൂ, ഈ തീവ്രത അളക്കാൻ പോയ കമ്മീഷൻ ഇതുവരെ തിരുത്താത്ത നാട്ടിലാണ്. മുകേഷ് ഇനിയും രാജിവെക്കേണ്ടതില്ല എന്ന് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പി സതീദേവി പറഞ്ഞിട്ട് വർഷം ഒന്നായിട്ട് ഇതുവരെ തിരുത്താത്ത ഉടനെ മുകേഷിനെ രാജിവെപ്പിച്ചില്ല, തീവ്രത അളന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. ആദ്യം ഈ വിഷയം അഡ്രസ് ചെയ്തിട്ടല്ലേ ബാക്കി. ഇതിപ്പോ രാഷ്ട്രീയ ബന്ധമുള്ള ഒരു കേസല്ലല്ലോ. കേരളത്തിലെ പൊതുസമൂഹം നോക്കിക്കാണുന്ന രാഷ്ട്രീയ ബന്ധമില്ലാത്ത ഒരു കേസാണ് നടിയെ ആക്രമിച്ച കേസ്. അപ്പൊ ആ കേസിനകത്ത് പോലും ഇതുപോലെ UDF കൺവീനറുടെ പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊക്കെ ആശ്ചര്യജനകമാണ്. ശ്രീ അഭിലാഷ്, ഞാനത് പറഞ്ഞത് എല്ലാ കാര്യത്തിലും മുകേഷിനെ വലിച്ചിഴയ്ക്കാൻ താല്പര്യമുള്ളത് കൊണ്ടല്ല. പക്ഷേ നിലപാടുകളുടെ ഒരു കമ്പാരിസൺ ഉണ്ടാവണമല്ലോ. UDFും LDFുമായി ബന്ധപ്പെട്ട്, CPMും കോൺഗ്രസുമായി ബന്ധപ്പെട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് സ്ത്രീവിരുദ്ധവും പൂർണ്ണാർത്ഥത്തിൽ സെക്ഷൽ പ്രെഡേറ്റേഴ്സിന് അനുകൂലവുമായ നിലപാടെടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിലപാട് തിരുത്താത്തവരാണ് ഇപ്പുറത്ത് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ UDF കൺവീനറെ കൊണ്ട് തന്നെ നിലപാട് തിരുത്തിച്ച ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. നോക്കൂ, അദ്ദേഹം രാവിലെ പറയുന്നത് വ്യക്തിപരമായി ദിലീപിന് നീതി ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. അത് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. പക്ഷെ ആ അഭിപ്രായം പറഞ്ഞ് 1 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കൊണ്ട് അതല്ല ഔദ്യോഗിക UDFന്റെ നിലപാടെന്നും അദ്ദേഹത്തിന് തെറ്റുപറ്റിപ്പോയി, അത് തിരുത്തേണ്ടത് ഇങ്ങനെയാണ്, ഇതാണ് ഔദ്യോഗികമായ UDFന്റെ നിലപാടെന്നും പറയിപ്പിക്കാൻ സാധിച്ചത് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്. നിരുപാധികമായി യാതൊരുവിധ ഉപാധികളുമില്ലാതെ, യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ, ഇഞ്ച് കണികയുടെ പോലും വ്യത്യാസമില്ലാതെ ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്. അവർ പറയുകയാണ് ഈ വിധിയിൽ അവർക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ UDFനും ഈ വിധിയിൽ വിശ്വാസമില്ല. അവർ പറയുകയാണ് ദിലീപിനെ വെറുതെ വിട്ട കേസിൽ എനിക്ക് ഇനിയും സംശയങ്ങളുണ്ട് ഈ വിധിയിൽ. അതായത് വിധിയുടെ പൂർണ്ണ പകർപ്പ് കിട്ടുക 12-ാം തീയതിയോടുകൂടിയാണ്. അപ്പോൾ അവർ പറയുകയാണ് ഇതിൽ എനിക്ക് പൂർണ്ണമായി വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും വിശ്വാസമില്ല. അവർ പറയുകയാണ് സർക്കാർ അപ്പീൽ പോകണം എന്ന് പറഞ്ഞാൽ ഞങ്ങളും ആ നിലപാടിനൊപ്പം തന്നെയാണ്. പക്ഷെ നോക്കൂ, പ്രോസിക്യൂഷൻ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു പോയില്ലേ കേസിൽ? ആരുടെ പ്രോസിക്യൂഷനാണ്? ഏത് സർക്കാർ നയിക്കുന്ന പ്രോസിക്യൂഷനാണ്? നോക്കൂ, 1-8 പ്രതികൾ തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രഥമമായ ഡിഫൻസിന്റെ വാദം. അതായത് ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധങ്ങൾ സ്ഥിരീകരിക്കാൻ പറ്റില്ല എന്ന ഡിഫൻസ് വാദം അംഗീകരിച്ചുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായി ഈ വിധി വരിക. ആ വിധിയുടെ പൂർണ്ണ പകർപ്പ് കിട്ടിയാലാണ് അത് നമുക്ക് മനസ്സിലാക്കുക. പക്ഷെ അതാണ് ബേസ് വാദം. ആ ബേസ് വാദം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ അഭിലാഷ്, അങ്ങോ ഞാനോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ എവിടെയെങ്കിലും ഒക്കെ പരതിയാൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഡസൻ കണക്കിന് ഫോട്ടോകൾ കിട്ടും. അതായത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരതിയാൽ കിട്ടുമായിരുന്ന എവിഡൻസുകൾ പോലും വേണ്ട വിധത്തിൽ കോടതിയിൽ അവതരിപ്പിക്കാൻ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷന് സാധിക്കാതെ പോയത്? ഒന്നാം പ്രതി 8-ാം പ്രതിക്ക് അയച്ചു എന്ന് പറയുന്ന ലെറ്ററിൻ്റെ അകത്ത് ഗൂഢാലോചനയാണ് ഇപ്പോൾ 8-ാം പ്രതി ശ്രീ ദിലീപ് ആരോപിക്കുന്നത്. ആ ലെറ്റർ അയക്കപ്പെട്ടത് ഗൂഢാലോചനയുടെ പുറത്താണോ? ജയിലിൽ നിന്നുണ്ടായിരുന്ന 2-ാം സഹതടവുകാരൻ ത്രൂ അത് പോയത് എങ്ങനെയാണ് തുടങ്ങിയതൊക്കെ പോലീസിനെ സംബന്ധിച്ച്, ജയിൽ വകുപ്പിനെ സംബന്ധിച്ച്, ആത്യന്തികമായി പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വളരെ ആക്സസബിൾ ആയിട്ടുള്ള വിവരങ്ങളാണ്. അവർക്ക് വളരെ ഏത് ജൂനിയർ അഭിഭാഷകനും കോടതിയിൽ എവിഡന്റിക്കലായി തെളിയിക്കാൻ പറ്റുമായി ഇൻ ഹാൻഡ് എവിഡൻസുകൾ ഉണ്ടായിട്ട് പോലും അതൊന്നും തെളിയിക്കാൻ സാധിക്കാതെ എങ്ങനെയാണ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോയത്? ആ പ്രോസിക്യൂഷൻ പരാജയത്തിന് പിന്നിൽ എന്തെങ്കിലും കള്ളക്കളികൾ ഉണ്ടോ?
ഒരുമിച്ചുള്ള പ്ലാനിങ്ങുകളുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടതായി വരും. എന്തായാലും ഞങ്ങൾ ആ വിധിപ്പകർപ്പ് സംശയം കിട്ടിയാലേ മുമ്പോട്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എവിഡൻസുകൾ എന്തൊക്കെയാണ്, അവ എങ്ങനെയാണ് കോടതി കണ്ടിട്ടുള്ളത്, ജഡ്ജിയിലെ ഇക്കാര്യത്തിലെ നിലപാട് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വിധിപ്പകർപ്പ് കിട്ടിയാൽ മാത്രമേ അതിലേക്ക് വിശദമായി കടക്കാൻ കഴിയൂ എന്നുള്ള പരിമിതിയുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് PM ആതിര, ഈ ഗൂഢാലോചന തെളിയിക്കൽ എന്നുള്ളത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വളരെ ദുഷ്കരമോ ഏറെക്കുറെ അസാധ്യമോ ആയ കാര്യമാണ് എന്ന് പലരും ഇന്നലെ മുതൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രപിതാവിൻ്റെ മരണത്തിൽ പോലും, കൊലപാതകത്തിൽ പോലും നേരിട്ട് ആ ആക്ഷനിൽ പങ്കെടുത്ത ആളുകളെയാണ് ശിക്ഷിച്ചിട്ടുള്ളത്. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല. VD സവർക്കറൊക്കെ ഗൂഢാലോചന കേസിൽ പ്രതിയായിരുന്നു. പക്ഷേ കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്, വിചാരണ കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇത്തരം കേസുകളിൽ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് എങ്കിൽ, ഇപ്പോൾ ഇനി ട്രയൽ കോർട്ട് കഴിഞ്ഞ് സ്വാഭാവികമായും ഹൈക്കോർട്ടിലേക്ക് പോകും, സുപ്രീം കോടതിയിലേക്കും ഈ കേസിൻ്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ച് പോകും, ഉറപ്പാണ്. ആ കോടതികളിലൊക്കെ, ഭരണഘടനാ കോടതികളിലും സമാനമല്ലേ സാഹചര്യം? അല്ല, ഇതിനകത്ത് ഈ 120B എന്ന് പറയുന്ന ക്രിമിനൽ ഗൂഢാലോചനയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാധാരണ വധക്കേസുകൾക്കകത്ത്, കൊലപാതക കേസുകൾക്കകത്തൊക്കെ എന്താ വെച്ചാൽ അതിനകത്ത് ഒരു ദൃക്സാക്ഷിയോ അതിൻ്റെ വിക്ടിമോ ജീവനോടെ ബാക്കിയില്ലാത്ത കേസുകളാണ്. ഇതിൻ്റെ വിക്ടിം അതിജീവിതയായിട്ട് ഈ കേസിനകത്ത് അവരുടെ മൊഴി പറയാൻ സന്നദ്ധമായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ പണ്ടത്തെ പോലെ അത്ര ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ഇലക്ട്രോണിക് എവിഡൻസും മറ്റു കാര്യങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് വരികയും ശാസ്ത്രീയമായിട്ട് അത്തരം കാര്യങ്ങൾ തെളിയിക്കാൻ സാധിക്കുകയും ചെയ്യും വിധം നമ്മുടെ ടെക്നോളജി വളർന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ മൊബൈൽ ഫോണിലേക്ക് വന്ന ഒരു വീഡിയോ ഞാൻ ആരൊക്കെ അയച്ചു എന്ന് കണ്ടുപിടിക്കാനുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനമുണ്ട്. മുമ്പ് അതൊക്കെ അത്തരം കാര്യങ്ങൾ ഞാൻ ആരുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ പലപ്പോഴും നമ്മളൊന്നും പല സംസാരങ്ങളും ഏത് ക്രൈമിൻ്റെ ഗൂഢാലോചനകൾക്കകത്തും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പെടുന്നുണ്ട്. അതിനൊന്ന് മാറ്റി നിർത്തിയിട്ടുള്ള അത്രയും പ്ലാൻഡ് ആയിട്ടുള്ള ഗൂഢാലോചനകൾക്കകത്ത് മാത്രമേ അങ്ങനെ തെളിയിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടി പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കൽ സാധ്യമായിട്ടുള്ളൊരു കാലം തന്നെയാണിത്. മറ്റൊന്ന്, ഈ കേസിനകത്ത്, ഈ പർട്ടിക്കുലർ കേസിനകത്ത് അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടും പ്രോസിക്യൂഷനും കോടതിയുടെ മുന്നിൽ ഹാജരാക്കി കഴിഞ്ഞതാണ്. അത് വെച്ച് എന്താണ് വിചാരണ കോടതി അതിനെ എങ്ങനെയാണ് അളന്നിട്ടുള്ളത്, എങ്ങനെയാണ് അതിനെ ഈ ജഡ്ജ്മെൻറ്റിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നറിയാനാണ് ഞങ്ങളും കാത്തിരിക്കുന്നത്. അതിനെ അങ്ങ് തള്ളിക്കളയാൻ മാത്രം എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ട്രയൽ റൂമിൽ വെച്ച്, വിചാരണ കോടതിയുടെ ബോക്സിൽ വെച്ച്, കൂട്ടിൽ വെച്ച് അതിജീവിതക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ആ കേസിൻ്റെ നടത്തിപ്പിന് 2 ഘട്ടത്തിലായിട്ട് വന്നിട്ടുള്ള പ്രോസിക്യൂട്ടർമാർക്കായിട്ട് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, മാധ്യമപ്രവർത്തകരെ കോടതി മുറിയിൽ നിന്ന് ബോധപൂർവം മാറ്റി നിർത്താൻ ലഭിച്ച ഉത്തരവ്. സാധാരണഗതിയിൽ അതൊക്കെ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെയുള്ള ഉത്തരവൊക്കെ വരാറ്. ഇത് പ്രതിയുടെ ഐഡൻറ്റിറ്റിയും പ്രതിയുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അത്തരം ഒരു ഉത്തരവുണ്ടാവുകയാണ്. അതിനുശേഷം കോടതി മുറി വളരെ ഹ്യൂമിലേറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്ന രീതിയിലേക്ക് കോടതി മുറിയുടെ അകം മാറിയിട്ടുണ്ട്. അത് പുറം ലോകത്തെ അറിയിക്കാനുള്ളൊരു സംവിധാനമേ ഇല്ലാത്ത രീതിയിൽ മാറിക്കഴിഞ്ഞ സമയത്ത് സാക്ഷികളോട് എത്രയധികം 30ഓളം വരുന്ന സാക്ഷികളെ കൂറുമാറ്റിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിച്ച ഒരു പ്രബലനായിട്ടുള്ള പ്രതിയാണല്ലോ മറുഭാഗത്തുള്ളത്. ആ കൂറുമാറാതെ സ്വന്തം മൊഴിയിൽ ഉറച്ചു നിന്നിട്ടുള്ള സാക്ഷികളോട് എങ്ങനെയാണ് കോടതി പെരുമാറിയിട്ടുള്ളത്? കോടതിയിൽ വരുന്ന സാക്ഷികൾ കോടതിയുടെ അതിഥികളാണ്. അവർ കോടതിയെ സഹായിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. അവരോട് എങ്ങനെയായിരുന്നു പെരുമാറേണ്ടിയിരുന്നത്, എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്, പ്രത്യേകിച്ച് സെക്ഷൽ ഓഫൻസ് കേസുകൾക്കകത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്. കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കവേ സംഭവിക്കുകയുണ്ടായി. അതായത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ ഇലക്ട്രോണിക് എവിഡൻസ് ആയിട്ടുള്ള ഈ ഷൂട്ട് ചെയ്യപ്പെട്ട ദൃശ്യം, ആ ദൃശ്യം അടങ്ങിയിട്ടുള്ള മെമ്മറി കാർഡ് 3 തവണ അവിടെ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. കണ്ടന്റിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് വേറെ എവിടെയെങ്കിലും പകർത്തപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം വിവോ ഫോണിൽ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഫോറൻസിക് എവിഡൻസുകളുടെ സഹായത്താൽ തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അത് വേണമെങ്കിൽ വിവോ ഫോണിൽ ഇത് പ്ലേ ചെയ്യുമ്പോൾ വേറൊരു ഫോണിൽ കോപ്പി ചെയ്യാലോ, എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കാമല്ലോ, ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ വീഡിയോ എടുക്കാം. അപ്പോൾ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതിലെ കണ്ടന്റ് പോലും മിസ്യൂസ് ചെയ്യപ്പെട്ട
അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്ന ആ അതിജീവിതയ്ക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയാത്തൊരു ലീഗൽ സിസ്റ്റമാണെന്നുള്ള വലിയ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പ്രതികൾ മാത്രമാണോ അനീതി പ്രവർത്തിച്ചതെന്ന ചോദ്യം പൊതുജനത്തിന്റെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ കേസിനകത്തെ വിധിന്യായം വരാൻ ഞങ്ങൾ ഉൾപ്പെടെയുള്ള അതിജീവിതയോടൊപ്പം എന്ന് പറയുന്ന, അവൾക്കൊപ്പം എന്ന് പറയുന്ന രീതിയിൽ ആദ്യം തൊട്ട് നിലകൊണ്ടിട്ടുള്ള മനുഷ്യർ മുഴുവൻ കാത്തിരിക്കുന്നത് ഈ വിധിന്യായത്തിൽ നിന്ന് 8ാം പ്രതിയെ ഉൾപ്പെടെയുള്ള ശേഷം പ്രതികളെ, ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് സംരക്ഷിച്ചു നിർത്താൻ വിചാരണ കോടതിക്ക് സാധിച്ചത്, ഇത്രയധികം തെളിവുകൾ നിലനിൽക്കെ. അതെങ്ങനെയെന്നുള്ളത് തിരിച്ചറിയാനും അത് പുറം ലോകത്തോട് പറയാനും ഇങ്ങനെ ഉൾപ്പെടെ പെരുമാറുന്ന കോടതികൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയിക്കാൻ കഴിയും വിധം അത് പബ്ലിക്കിലേക്ക് വരണം. പ്രത്യേകിച്ച് അതിജീവിത കോടതി മാറ്റണം, എന്നോടിങ്ങനെ ഹ്യൂമിലേറ്റീവായിട്ട് ബിഹേവ് ചെയ്തു എന്നുൾപ്പെടെയുള്ള പരാതിയുമായിട്ട് മുന്നോട്ട് വന്ന സമയത്ത് പോലും അത് അതിജീവിതയുടെ ഒരു പരാതിയായിട്ട് മാത്രം ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കേസിനോടൊപ്പം നിന്നിട്ടുള്ള ആളുകൾ, അതിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അതൊരു പൊതുവിഷയമായിട്ട് എടുക്കാനും അതൊരു പൊതു സമരമായിട്ടും പൊതു മുദ്രാവാക്യമായിട്ട് കൊണ്ടുവരാനും അതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റി തീർക്കാനും ഒന്നും സാധിക്കാതെ പോയി എന്നുള്ളത് ആത്മവിമർശനപരമായിട്ട് ഞാൻ ഉൾപ്പെടെ ആലോചിക്കുകയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ വിധി ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ളതിൽ ഉൾപ്പെടെ എനിക്ക് സംശയമുണ്ട്. അത്രയും പ്രബലമായിട്ടുള്ള, അത്രയും പണം ഉപയോഗിക്കാൻ അറിയുന്ന, അത്രയും ക്രൈം സൃഷ്ടിച്ചെടുക്കാൻ അറിയുന്ന, മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയുന്ന അത്തരം ഒരു ക്രിമിനലിനെ കൈകാര്യം ചെയ്യുന്നതിനകത്ത് നമ്മളൊരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയോ കോടതി മുറികൾക്കകത്ത് എന്നുള്ളൊരു തോന്നൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയും വിധം സ്വന്തം എവിഡൻസ് ഈ വിധത്തിൽ ടാമ്പർ ചെയ്ത് പോയിട്ട് അത് ആ കേസിന് തൻ്റെ മുന്നിലുള്ള എവിഡൻസ് ടാമ്പർ ചെയ്ത് പോയിട്ട് എന്ത് നടപടി എടുത്തിട്ടുള്ളത്, ഏത് രീതിയിലാണ് ആ പരാതിയെ കൈകാര്യം ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ തന്നെ ഇതിനകത്ത് ഈ പറയും വിധം ക്രിമിനൽ ഗൂഢാലോചന എന്നത് സംബന്ധിച്ചിട്ട് വളരെ സജീവമായി വന്നിട്ടുള്ള തെളിവുകളെ മായ്ച്ചു കളയുന്നതിന്, പൂഴ്ത്തിവെക്കുന്നതിന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. വിചാരണ കോടതിക്കകത്തുനിന്ന് ഗീതു മോഹൻദാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സാക്ഷിമൊഴിയിൽ ഉറച്ചു നിന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറിയത്, അതിജീവിതയോട് എങ്ങനെയാണ് പെരുമാറിയത്, ഇതൊക്കെ ഇനി വരും കാലം പുറത്തു വരേണ്ടതാണ്. എന്തിനാണ് അങ്ങനെ ബിഹേവ് ചെയ്യേണ്ടി വന്നത്, എന്തിനാണ് അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തും വിധം അനുതാപപൂർവ്വം പെരുമാറണമെന്ന് ഒരു ജെൻഡർ സെൻസിബിലിറ്റിയും ഇല്ലാത്ത ന്യായാധിപരെ പോലും പഠിപ്പിച്ചിട്ടുണ്ട്. നിർഭയ കേസിന് ശേഷം ഒരുപാട് ക്രിമിനൽ ലോ അമെൻമെൻറ്റ് വന്നതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് റേപ്പ് വിക്ടിമിനോട് പെരുമാറേണ്ടത്, ഇത്തരം കേസുകൾക്കകത്ത് വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത്. അതെങ്കിലും അതൊരു സാധാരണ ഒരു വിക്ടിമിന് ലഭിക്കേണ്ടുന്ന ഇതെങ്കിലും ഒരു സമീപനമെങ്കിലും ഈ കേസിനകത്ത് അതിജീവിതയ്ക്ക് ഇത്രയധികം ഒരു വിജിലൻ്റ് ആയിട്ടുള്ള സമൂഹം, ഇത്രയധികം അതിജീവിതക്കൊപ്പം ഒന്ന് ആവർത്തിച്ച് പറയുന്ന മുഖ്യമന്ത്രിയും സർക്കാരുമുള്ളൊരു സംവിധാനത്തിനകത്ത് എന്നിട്ടും ആ കോടതി മുറിക്കകത്ത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടതാണ്. 12-ാം തീയതിയുള്ള വിധിന്യായത്തിനകത്ത് എങ്ങനെയാണ് ഈ പറയുന്ന ഗൂഢാലോചന തെളിവുകളെ ഇല്ലാതാക്കാൻ, കണ്ടില്ലെന്ന് നടിക്കാൻ, മറച്ചു വെക്കാൻ, മറികടക്കാൻ എന്ത് ചെയ്തു എന്നുള്ളത് കാത്തിരുന്ന് നമ്മൾ കാണണം. അത് തുറന്നു പറയണം. അതിന് അപ്പീൽ പോകുന്ന സമയത്ത് വേണ്ടത്ര ഗൃഹപാഠം നടത്തണം. സമഗ്രമായ രീതിയിൽ അതിനെ കണ്ടുകൊണ്ടുള്ള അപ്പീൽ ഡ്രാഫ്റ്റ് ചെയ്ത് ഒട്ടും വൈകാതെ അപ്പീൽ ഫയൽ ചെയ്യണം. ഇതൊക്കെ നടക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് പറയണം ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ശരി, ശ്രീ ദിനുവേൻ, ഇത് സമൂഹത്തിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതും ചിന്തനീയമാണല്ലോ. ഒന്ന്, നമുക്ക് സംവിധാനങ്ങളിൽ വിശ്വാസം വേണം, ജുഡീഷ്യറിയിലും ഭരണകൂടത്തിലുമൊക്കെ വിശ്വാസം വേണം. ഒരു കുറ്റകൃത്യം ചെയ്താൽ നിങ്ങൾ വലിയ സമ്പന്നനാണെങ്കിൽ, നിങ്ങൾ വളരെ സ്വാധീന ശക്തിയുള്ള ആളാണെങ്കിൽ, നിങ്ങൾക്ക് വലിയ വക്കീലന്മാരെ അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ആളാണ് എങ്കിൽ, നിങ്ങൾക്ക് സാക്ഷികളെ കൂറുമാറ്റാൻ മാത്രമുള്ള സ്വാധീന ശക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആത്യന്തികമായി നിങ്ങൾ കുറ്റവിമുക്തനാക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിയമത്തെക്കുറിച്ച്, നിയമവ്യവസ്ഥയെക്കുറിച്ചൊക്കെ ജനങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങളുണ്ട്. പണ്ടേ പറയുന്ന പലതരത്തിലുള്ള സേയിങ്ങുകളുണ്ട്. ജോനാഥൻ സ്വിഫ്റ്റിനെയൊക്കെ കോട്ട് ചെയ്ത് പലരും, ഒരു ചിലന്തി വല പോലെയാണ് നിയമം, അതിൽ ചെറിയ പ്രാണികളും ചലഭങ്ങളും ഒക്കെ കുടുങ്ങും, പക്ഷേ വലിയ കടന്നലുകൾ ആ വല അനായാസം പൊട്ടിക്കും. ഇതാണ് അവസ്ഥ എന്ന് BC 6-ാം നൂറ്റാണ്ട് മുതൽ നിയമത്തെക്കുറിച്ചുള്ളൊരു സംഭാഷണമുണ്ട്. ആ മട്ടിൽ തന്നെ ഇപ്പം നാളെ ഒരാൾ ഒരു അനീതി നേരിട്ടാൽ പരാതി കൊടുത്ത് ഞാൻ വീണ്ടും ട്രോമയ്ക്ക് വിധേയമാകണമെന്ന് ചിന്തിച്ചു പോയാൽ എന്ത് ചെയ്യും? ഇവിടെ തീർച്ചയായിട്ടും കുറ്റവാളികളായിട്ടുള്ള വ്യക്തികളുടെ പട്ടികയിലേക്ക്, അല്ലെങ്കിൽ അതിക്രമം ചെയ്ത് ആ അതിക്രമത്തെ ന്യായീകരിച്ച് നിയമവ്യവസ്ഥയിൽ തങ്ങളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ ശ്രമിച്ച മനുഷ്യരുടെ പട്ടികയിലേക്കാണ് ഈ ദിലീപ് അടക്കമുള്ള ആളുകൾ പോകുന്നതെങ്കിൽ
വളരെ കൃത്യമായി കൊണ്ട് ഈ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിച്ച, നീതിന്യായ വ്യവസ്ഥയെ തന്നെ പുതുക്കി പണിഞ്ഞ മധുരയെയും ബൻവരി ദേവിയുടെയും പേരിൻ്റെ പട്ടികയിലേക്കാണ് നമ്മുടെ അതിജീവിതയെ ചരിത്രം ഓർമ്മപ്പെടുത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവൾ നീതിന്യായ വ്യവസ്ഥയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളുണ്ട്. ഡിജിറ്റൽ എവിഡൻസിൻ്റെ സേഫ്റ്റി സംബന്ധിച്ച് കേരള ഹൈക്കോടതി സുപ്രധാനമായ ഗൈഡ് ലൈൻ പുറപ്പെടുപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അവൾ കാരണമായിട്ടുണ്ട്. ഇന്റേണൽ കമ്മിറ്റികൾ സിനിമാ മേഖല അടക്കമുള്ള തൊഴിൽ മേഖലയിൽ വരുന്നതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള സമഗ്രമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി അവളുടെ വലിയ ഫൈറ്റ് കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നീതിന്യായ വ്യവസ്ഥയിലുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഒരു നിരാശയിലേക്കല്ല ഈ കേസ് വഴിച്ചുകൊണ്ടുന്നത്, മറിച്ച് കാലാകാലങ്ങളിലായിട്ടുള്ള സ്ത്രീകളുടെയും മാർജിനലൈസ് കമ്മ്യൂണിറ്റീസിൻ്റെയും ഒക്കെ തന്നെ പ്രതിരോധത്തിൽ നീതിന്യായ വ്യവസ്ഥ തന്നെ പുതുക്കി പണിത ഇടത്തിലേക്കാണ് ഈ കേസിൻ്റെ നാൾവഴികൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാനും. നോക്കൂ, പെട്ടെന്ന് നിയമവ്യവസ്ഥയെ വലിയ വിശ്വാസമാണ് ചില ആളുകൾക്കൊക്കെ. ഇന്നലകളിൽ വരെ ഐസികൾ കൃത്യമായി കൊണ്ട് ഫങ്ഷൻ ചെയ്യണം തൊഴിലിടത്ത് എന്ന് പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട വ്യക്തികളുടെ ഐഡന്റിറ്റികൾ, പ്രൈവസികൾ മാനിക്കപ്പെടണം എന്ന് പറഞ്ഞ സമയത്ത് നിയമവ്യവസ്ഥയെ പുച്ഛിച്ച് തള്ളിയ മനുഷ്യർക്കൊക്കെ പെട്ടെന്നൊരു നാൾ നിയമവ്യവസ്ഥയിൽ പൂർണ്ണമായ വിശ്വാസമാണ്. ഇവർക്ക് എന്തിലാണ് വിശ്വാസം? നിയമവ്യവസ്ഥയിലല്ല ഇവർക്ക് വിശ്വാസം, മറിച്ച് ഇവരുടെ വിശ്വാസം ദിലീപിലാണ്, വ്യക്തികളിലാണ് ഇവരുടെ വിശ്വാസം. വെറും വ്യക്തികളിലല്ല, പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളിലാണ് ഇവർക്ക് വിശ്വാസം. ഏതെങ്കിലും കേസിൽ കുറ്റാരോപിതരായിക്കൊണ്ട് തെറ്റായ രീതിയിൽ അടിച്ചമർത്തപ്പെടുന്ന ദളിത് ആദിവാസികൾ അടക്കമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ഏതെങ്കിലും പുരുഷന്മാർക്ക് വേണ്ടി ഏതെങ്കിലും സമയത്ത് ഇവരൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സോ പവർഫുൾ ആയിട്ടുള്ള എലൈറ്റ് ആയിട്ടുള്ള പുരുഷന്മാർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ സ്റ്റാൻഡ്. ഇവർക്ക് നീതിയോട് യാതൊരു രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ പറയുന്നത് ഞങ്ങൾ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട് സംഘടനയുടെ അഭിപ്രായമല്ല, വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, ഈ വ്യക്തിപരമായിട്ട് അങ്ങ് ഫോം വിളിച്ച് പറഞ്ഞാൽ പോരെ ഇവർക്കൊക്കെ. എന്തിനാണ് പൊതു സ്പേസിൽ വന്നുകൊണ്ട് ഒരു കാര്യം പറയുന്നത്? നിങ്ങൾ പൊതു സ്പേസിൽ വന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ആക്റ്റാണ്. റേപ്പ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ക്രൈം ആവുന്നത് പോലെ തന്നെ നിങ്ങളുടെ റീവിക്ടിമൈസേഷനും പൊളിറ്റിക്കൽ ക്രൈം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൊതു ഇടത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒപ്പം നിന്നുകൊണ്ട് ഫോട്ടോ ഇടുന്ന ഓരോ ആളുകളും ചെയ്യുന്നത് യു ആർ ഡൂയിങ് എ പൊളിറ്റിക്കൽ ആക്ട്. ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നത് സർവൈവറിനൊപ്പം നിൽക്കുന്ന നമ്മൾ ആരുമല്ല, നമ്മൾ നീതിയാണ് പൊളിറ്റിസൈസ് ചെയ്യുന്നത്, നിങ്ങൾ അനീതിയാണ് പൊളിറ്റിസൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ള കാര്യം. രണ്ടുപേരും ഞങ്ങളുടെ സഹപ്രവർത്തകരാണ്. ഇതിൻ്റെ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് വല്ലതുമാണോ? സഹപ്രവർത്തകരാണ് രണ്ടുപേരും എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കാൻ വേണ്ടി ചെറിയ ക്ലാസ്സിൽ ക്ലാസ് റൂമിൽ ഒരു കുട്ടിയെ ഉന്തിയിട്ട് കഴിഞ്ഞാൽ മുറിവേറ്റ കുട്ടിക്കൊപ്പം നിൽക്കാൻ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ കാണിക്കുന്ന ഒരു നീതിബോധമെങ്കിലും ഉണ്ടല്ലോ. ആ മിനിമം നീതിബോധം പോലും ഇല്ല എന്നുള്ളതാണ് ലക്ഷ്മി പ്രീതി അടക്കമുള്ള മനുഷ്യന്മാർ കാണിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായി കൊണ്ടുള്ള എവിഡൻസുകൾ ഉണ്ടല്ലോ. നോക്കൂ, 10ഓളം എവിഡൻസുകൾ വളരെ കൃത്യമായി കൊണ്ട് പൾസർ സുനിയും ഈ ദിലീപുമായുള്ള ബന്ധങ്ങളെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊറാബറേറ്റീവ് ആയിട്ടുള്ള എവിഡൻസസ് ആയിട്ടുണ്ട്. എന്തിനാണ് ഈ പറയുന്ന പ്രതിയായ വ്യക്തിക്ക് പൾസർ സുനി എന്തിനാണ് കത്ത് അയച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ദിലീപ് 1 ലക്ഷം രൂപ അയച്ചു കൊടുത്തത് ദേപുട്ടിലേക്ക് പുട്ടിറക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ എന്തായാലും എന്നുള്ള കാര്യത്തിൽ മിനിമം ചോറ് കഴിക്കുന്ന നമ്മൾ മനുഷ്യന്മാർക്കൊക്കെയുള്ള മിനിമം ബോധം വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാനുള്ള സാധ്യത ഉണ്ടോ? എന്താണ് ഇവർ തമ്മിലുള്ള ബോണ്ട്? പൾസർ സുനി സിനിമാ ഇൻഡസ്ട്രിക്കകത്തുള്ള നടനോ ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനോ ഒന്നുമല്ലല്ലോ. എന്ത് രീതിയിലുള്ള ബോണ്ടായിരുന്നു ഇവർ തമ്മിലുള്ളത് എന്നുള്ളതിനകത്ത് ക്രിമിനൽ കോൺസ്പിറൻസി ആണെന്നുള്ളതിനെ വളരെ കൃത്യമായി എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന എവിഡൻസ് നേരത്തെ PM ആതിര സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള എവിഡൻസസ് ഈ കേസിനകത്ത് ഡിജിറ്റൽ എവിഡൻസസ് വരെയുണ്ട്. മറ്റൊരു കൂട്ടർ ഇപ്പോൾ വളരെയധികം ആകുലപ്പെടുന്നത്, ഇന്നലെ ഏതോ ചാനലിന്റെ മീഡിയയുടെ ഡ്രോൺ ദിലീപിന്റെ വീട്ടിന്റെ മുകളിലൂടെ പറന്നതോടുകൂടി ദിലീപിന്റെ പ്രൈവസി നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എല്ലാവരും കൂടെ അങ്ങ് ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേൾക്കാം, പറഞ്ഞോളൂ. ഇതിന്റെ കോള് കട്ടായെന്ന് തോന്നുന്നു. ഞാൻ വീണ്ടും കണക്ട് ചെയ്യാം. ഇവിടെ ശ്രീമതി മാളവിക ബിന്നി, നമ്മൾ സമൂഹത്തെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ നീതിബോധത്തിൻ്റെ കള്ളിയിൽ നിന്ന് മാറുന്ന ആളുകളുണ്ട്. ഈ വിധി വന്നതിന് ശേഷം UDF കൺവീനർ രാവിലെ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ കേട്ടു. അദ്ദേഹത്തിന് വ്യക്തിപരമായി ബന്ധമുണ്ട് ആരോപിതനുമായി എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സന്തോഷം നൽകുന്ന ഘടകം. നേരത്തെ ഈ സംഭവം ഉയർന്നു വന്ന സമയത്ത് പെൺകുട്ടിക്കൊപ്പം നിന്ന ചില സിനിമാ പ്രവർത്തകരെങ്കിലും കേസിൽ വിധി വന്നിരിക്കുന്നു, ഇനി ഞങ്ങളുടെ സഹപ്രവർത്തകനോട് നീതി കാണിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് എന്ന നിലപാടിലേക്ക് എത്തുന്നു. നേരത്തെ തന്നെ അനുഭാവ സമീപനമുള്ള ആളുകൾ, അതിപ്പോൾ
രമേശ് പിഷാരടി ആവട്ടെ, ധർമ്മജൻ ബോൾഗാട്ടി ആവട്ടെ, സിദ്ദിഖ് ആവട്ടെ, രഞ്ജി പണിക്കരാവട്ടെ, അവരൊക്കെ വീണ്ടും മാധ്യമങ്ങൾ ട്രയൽ നടത്തേണ്ട, കോടതി ട്രയൽ നടത്തി കുറ്റവാളി അല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി അത് ശിരസ വഹിക്കുക എന്ന ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതുവരെ അതിജീവിതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്കും അങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാവാനുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലം ഉണ്ടായി വരുന്നുണ്ടോ? അങ്ങനെ ഉണ്ടായി വരുന്നു എന്നാണ് നമ്മൾക്ക് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും അവർ മീഡിയയ്ക്ക് കൊടുക്കുന്ന ബൈറ്റുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇവരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കുകയും അതേപോലെ സമൂഹം നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യേണ്ടത്. കാരണം അത്ര വലിയ ഓപ്പർച്യൂണിസ്റ്റുകൾ തന്നെയാണ്. കാരണം ഫ്യൂച്ചറിലുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതോ അല്ലെങ്കിൽ ഭയം ആണ് ഇവരെ മുമ്പോട്ട് നയിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് പേഴ്സണലി പൊളിറ്റിക്കൽ ഇവിടെ, അല്ലാതെ നമുക്ക് വ്യക്തിപരവും രാഷ്ട്രീയവുമായിട്ട് പർട്ടിക്കുലർലി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വ്യക്തിപരം എന്നുള്ള ഒരു അഭിപ്രായം നമുക്ക് പ്രകടിപ്പിക്കണമെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയത്തെ പ്രകടമാക്കുന്ന വ്യക്തിപരം തന്നെയാണ്. ഇവിടെ എനിക്ക് തോന്നുന്ന ആട്ടം സിനിമയുടെ സ്ക്രിപ്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിധി വന്നതിന് ശേഷം കുറെ കൂടെ പാർവതി തിരുവോത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ വളരെ ക്രൂവലായിട്ട് എഴുതപ്പെട്ട ഒരു തിരക്കഥ ആടിക്കൊണ്ടിരിക്കുകയാണ്. അത് ദിലീപ് കോടതി വിധി വന്നു കഴിഞ്ഞ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന തൊട്ട് അത് വളരെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വളരെ വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ഏത് പക്ഷത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ള ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അത് ഈ ദിവസങ്ങളിൽ പക്ഷം മാറുന്നവരെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും ഫ്യൂച്ചറിലും ഇവർ ഇതുപോലെ പക്ഷം മാറുന്ന ആൾക്കാരും റിഗ്രഷന്റെ കൂടെ നിൽക്കുന്ന മനുഷ്യരാണെന്ന് മനസ്സിലാക്കും. നിങ്ങൾ ഇതിനകത്ത് നമ്മുടെ ചർച്ചയിലായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ന്യൂസ് മിനിറ്റിന്റെ ഒരു സീരീസ് ഓഫ് ഇന്റർവ്യൂസ് പൾസർ സുനിയായിട്ട് ചെയ്തത് വന്നിട്ടുണ്ട്. അതിനകത്ത് നിധി സുരേഷ് എന്ന് പറഞ്ഞ ജേർണലിസ്റ്റിന്റെ അടുത്ത് പൾസർ സുനി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ കൊട്ടേഷൻ തന്നത് ദിലീപ് ആണ് എന്നുള്ള കാര്യം സംശയമില്ലാത്ത രീതിയിൽ പറയുന്നുകൊണ്ട് അത് പബ്ലിഷ്ഡ് ആയിട്ടുമുണ്ട്. എന്നിട്ട് നേരെ തിരിച്ചാണ് ആ പൾസർ സുനി പോയിട്ട് കോടതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് വിധിയുടെ പകർപ്പ് നമ്മുടെ കയ്യിൽ കിട്ടാത്തിടത്തോളം ഈ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ള വാദത്തിനോട് എത്ര സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം മിനി വക്കീൽ പോലെ ഒരു ഫീസ് പോലും മേടിക്കാതെ എത്രയോ വർഷങ്ങൾ ഇതിനെ പിന്തുടർന്ന് പോയവരുണ്ട്. ഒന്ന്. രണ്ട്, ഈ പ്രോസിക്യൂഷൻ വക്കീൽമാർ എനിക്കൊന്ന് 2 പ്രാവശ്യമെങ്കിലും റിസൈൻ ചെയ്തിട്ടുണ്ട്. കാരണം ഈ വാദങ്ങളുടെ സമയത്ത് ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്നതും ഇവർ പറയുന്ന കേൾക്കുന്നില്ലെന്നും എന്ന് പറഞ്ഞ് റിസൈൻ ചെയ്തതിന്റെ ഒരു ഹിസ്റ്ററി ഈ ഒരു വിധിയുടെ പുറകിലുണ്ടെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിധിയെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഒന്ന് ഇതിന്റെ ഒരു സോഷ്യൽ റീപർക്കഷൻ, രാമൻപിള്ള പോലെ ഒരു വക്കീലും കുറെ പൈസയും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു ഇമ്പ്യൂണിറ്റിയുടെ ഫീലിംഗ്, എന്തും ചെയ്യാം എന്നുള്ളൊരു ഒരു ഫീലിംഗ് ഒരു പറ്റം പെർവേർട്സിനെങ്കിലും ഇത് വരുത്താൻ വലിയ സാധ്യതയുണ്ട്. എന്നാൽ മറുപക്ഷത്തൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും പേര് മൊഴി മാറ്റിയിട്ടും ഇത്രയും ഇഷ്യൂസ് വന്നിട്ടും അചഞ്ചലമായിട്ട് നിലനിന്ന മൊഴി മാറ്റാത്തൊരു സെറ്റ് ഓഫ് ആൾക്കാരും നമ്മുടെ കൂടെ ഉണ്ട്. കഴിഞ്ഞ 8 വർഷത്തിൽ മലയാള സിനിമയിൽ തന്നെ വന്ന വലിയ ചേഞ്ചസ്, WCCയെ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു വലിയ പക്ഷം മനുഷ്യർ ഇപ്പോൾ WCCയോട് ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിജീവിതയുടെ കാര്യത്തിൽ നേരത്തെ ഒരു 5 വർഷം അല്ലെങ്കിൽ 7 വർഷം മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്ന പല ഹാൻഡിലുകളും ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നടന്ന പല ഇദ്ദേഹം ചെയ്ത പരാക്രമങ്ങൾ കാരണം, അത് ഹാഷ് വാല്യൂ മാറ്റുന്ന കാര്യത്തിലാണെങ്കിലും മൊഴി മാറ്റുന്ന കാര്യത്തിലാണെങ്കിലും ഈ ആക്ടിവിറ്റീസ് കാരണം തന്നെ ഇദ്ദേഹത്തിൻ്റെ കോട്ട് നിരപരാധിത്വം മനസ്സിലാക്കി അതിജീവിതയുടെ കൂടെ ചേർന്ന എത്രയോ ലക്ഷം മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ആസ് എ ഹിസ്റ്റോറിയൻ ഇതിനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ന്യൂറംബർഗ് ട്രയൽസിലൊക്കെ ഹോളോകോസ്റ്റിലൊക്കെ കഴിഞ്ഞ് നടന്ന ന്യൂറംബർഗ് ട്രയൽസിൽ ഇന്നും നമ്മൾ ഹിസ്റ്ററിയിൽ തിരിഞ്ഞു പോയി ആരുടെ പക്ഷത്ത് നിന്നത്, ആരാണ് ഫാസിസ്റ്റുകളുടെയും ഹിറ്റ്ലറുടെയും പക്ഷത്ത് നിന്നതെന്നും ആരാണ് അതിനെതിരെ കൈചൂണ്ടിയതെന്നും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചരിത്രം ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഈ മൊഴിമാറ്റിയ മനുഷ്യരുടെ കാര്യം ആണെങ്കിലും ഇന്ന് അതിജീവിതയെയും മഞ്ജു വാര്യറിനെയും വേട്ടയാടുന്ന മനുഷ്യരാണെങ്കിലും ചരിത്രം വളരെ കൃത്യമായിട്ട്
ഇവരെ എല്ലാം ഓർത്ത് വെക്കുകയും ഓപ്പർച്യൂണിസ്റ്റുകളെന്നും ക്വിസ്ലിങ്ങുകളെന്നും ഇവരെ മുദ്ര കുത്തുകയും ചെയ്യും. അതിലെനിക്ക് യാതൊരു വിധത്തിലെ സംശയവുമില്ല. ശരി, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇത് നമ്മുടെ സമൂഹം ഏറെ ചർച്ച ചെയ്ത, നമ്മുടെ സമൂഹ മനസ്സാക്ഷിയെ മുറിവേൽപ്പിച്ച ഒരു സംഭവമാണ്. അതിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വേറൊരു പക്ഷമെന്നോ ഉള്ള വേർതിരിവൊന്നുമില്ലല്ലോ. സാമൂഹിക വിഷയമായി കൂടിക്കാണേണ്ട ഒരു പ്രശ്നമാണ്. ഈ കേസിലെ അതിജീവിത വളരെ പ്രശസ്തയായ ഒരു ചലച്ചിത്ര താരമാണ്, പബ്ലിക് ഗ്ലെയറിൽ നിൽക്കുന്ന ആളാണ്, പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അവർ പാതിരാത്രിയിൽ അതിഹീനമായ അതിക്രമത്തിന് ഇരയായിട്ട് ഈ നിമിഷവും 8 കൊല്ലം കഴിഞ്ഞും അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ തോന്നലെങ്കിൽ മറ്റാർക്ക് നീതി കിട്ടും എന്നൊരു വലിയ സംശയം സമൂഹത്തിൽ ഉയർന്നു വരും. ആ സംശയം നമ്മുടെ സിസ്റ്റത്തെ തന്നെ ദുർബലപ്പെടുത്തുന്നതാണ്, അപായകരവുമാണ്. അപ്പോൾ അതിനെ ആ നിലയ്ക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള ബാധ്യത സ്വാഭാവികമായും രാഷ്ട്രീയ സമൂഹത്തിനുണ്ടല്ലോ. ഇതിലെ കേവല രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് അപ്പുറത്ത് കേരളത്തിലെ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി അതിനെ ആ ഗൗരവത്തിൽ കണക്കിലെടുക്കുമോ? അല്ല, ഉറപ്പായും അങ്ങനെ എടുക്കേണ്ടതാണ് ശ്രീ അഭിലാഷ്. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം ഈ അതിജീവിത പരാതി കൊടുക്കാൻ തന്നെ കാരണമായത് പി.ടി. തോമസ് ആണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പോലീസ് കംപ്ലൈന്റിലേക്കും മറ്റുമൊക്കെ ഒരു സെറ്റിൽമെന്റ് കേസിലേക്കൊക്കെ ഒതുങ്ങിപ്പോകാമായിരുന്ന ഒരു വിഷയത്തെ ഉറച്ച നിലപാടുമായി, തൂണുപോലെ ഉറച്ച നിലപാടുമായി അതിജീവിതയ്ക്കൊപ്പം നിന്നത് പി.ടി. തോമസ് ആണ്. അപ്പൊ നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത പലരും പറഞ്ഞു ഇതിന് രാഷ്ട്രീയമുണ്ട്. തീർച്ചയായും രാഷ്ട്രീയമുണ്ട്, കക്ഷി രാഷ്ട്രീയമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്ന ജഡ്ജിയുടെ രാഷ്ട്രീയം തിരയേണ്ടതായി വരും. അവർ മുമ്പ് CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നെന്നും അവരുടെ പിതാവ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നൊക്കെ ഞാൻ പറയേണ്ടതായി വരും. അപ്പൊ അതുകൂടി പറഞ്ഞാൽ മാത്രമേ പൂർത്തിയാവുകയുള്ളൂ എങ്കിൽ അത് പറയേണ്ടതായി വരും. രണ്ട്, അതിജീവിതം ആരോപിക്കുകയോ ജഡ്ജിയെ പരാമർശിക്കുകയോ ചെയ്യേണ്ടതില്ല. കാരണം അത് കോടതി ഇലക്ഷത്തിന്റെ ഒക്കെ പരിധിയിൽ വരുന്നതാണ്. നമുക്ക് ജഡ്ജ്മെന്റ് പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും ജഡ്ജ്മെന്റ് പറഞ്ഞത് നമ്മുടെ മുമ്പിലൂടെ നമുക്കത് ചർച്ച ചെയ്യാം. അല്ല ശ്രീ അഭിലാഷ്, എനിക്ക് അതറിയാവുന്ന ആളാണല്ലോ. പക്ഷെ ഞാനത് പറഞ്ഞു വന്നത്, അവർ ഇപ്പോൾ വിരൽ ചൂണ്ടുന്ന കോടതിയിൽ നിന്ന് നീതി ലഭ്യമായില്ല എന്ന് പറയുമ്പോൾ ആ ജഡ്ജ്മെന്റിൽ നീതി ലഭ്യമായില്ല എന്നാണ്. ആ ജഡ്ജ്മെന്റ് നടത്തിയ ആളിലേക്കാണല്ലോ വിരൽ ചൂണ്ടുക. നോക്കൂ, അതിജീവിത തന്നെ സാക്ഷികളെ സ്വാധീനിക്കുന്നുണ്ട് ദിലീപിന്റെ അഭിഭാഷകർ എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ സംഘത്തിന് ആദ്യഘട്ടത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതുപോലും പരിഗണിക്കാൻ ആര് തയ്യാറായില്ല. അന്വേഷണ സംഘം ആ ലെവലിലേക്ക് പോയില്ല. നേരത്തെ ദേപുട്ടിന്റെ കഥ പറയുന്നത് കേട്ടു. നോക്കൂ, ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് ആവി കയറി നിറഞ്ഞു നിൽക്കുന്ന ഒരു പുട്ടുകുറ്റിയുടെ എവിഡൻസുകൾ, പുട്ടുകുറ്റി ഓഫ് എവിഡൻസ് ഓഫ് എ പുട്ടുകുറ്റി ഇവരുടെ കയ്യിലുണ്ട്. അവർക്ക് ജസ്റ്റ് ഒന്ന് തള്ളിയിട്ടാൽ മതി കോടതിയിലേക്ക്, പ്ലേറ്റിലേക്ക്. നല്ല വെന്ത് കിട്ടുന്ന രീതിയിൽ നല്ല ചൂടൻ പുട്ട് കിട്ടുമായിരുന്നു, നല്ല ചൂടൻ വിധി കിട്ടുമായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ അതിന് സാധിച്ചില്ല. അപ്പൊ ആരാ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട, സമ്പൂർണമായും അതിജീവിതയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ടിയിരുന്ന പ്രോസിക്യൂഷൻ കമാനക്ഷരം തിരിച്ചു പറയാൻ സാധിക്കാതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് 4ാം ക്ലാസ്സുകാരനും കണ്ണി കോർക്കാവുന്നത് പോലെ കോർക്കാവുന്ന എവിഡൻസുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും അത് നീറ്റ്ലി പ്രസന്റ് ചെയ്യാൻ, വളരെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യാൻ, അവതരിപ്പിക്കാൻ സാധിക്കാതെ പോയ പ്രോസിക്യൂഷന്റെ നേതാവാണ് മുഖ്യമന്ത്രി അല്ലേ? ആ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമാണല്ലോ പ്രോസിക്യൂഷൻ. ആ പ്രോസിക്യൂഷന്റെ മുഖ്യമന്ത്രിയാണ് ഇന്ന് വന്ന് ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഒരേ രീതിയിൽ ഓടിയവരാണ് സംസ്ഥാന സർക്കാർ എന്ന് അതിജീവിത തന്നെ പലതവണ ഈ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ എവിഡൻസുകൾ മുമ്പോട്ട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദിലീപിന്റെ അഭിഭാഷകർ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ആവശ്യമായ രീതിയിൽ അന്വേഷിച്ചിട്ടില്ല എന്നുള്ള പരാതി അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഈ വിവിധ വിഷയങ്ങൾ നിൽക്കുകയാണ്. 9 വർഷക്കാലമായി അല്ലെങ്കിൽ 8 വർഷക്കാലമായി രാജിവെച്ചു പോയ പ്രോസിക്യൂഷൻ അഭിഭാഷകർ, കൂറുമാറിയ സാക്ഷികൾ, ഇവരെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ പരാജിതമായ ഒരു സർക്കാർ സംവിധാനം കൂടി ഇത് ഈ വിധിയുടെ പിന്നിലുണ്ട് എന്നത് രേഖപ്പെടുത്താതെ പറയാതെ പോകാൻ സാധിക്കില്ലല്ലോ. അപ്പൊ ആ പരാജിതമായ സർക്കാർ സംവിധാനത്തിനും ഈ പാപക്കറയുടെ ഭാരമേൽക്കാതെ പറ്റില്ല. പിന്നെ നോക്കൂ, ഇപ്പൊ ഡൽഹി നിർഭയ കേസിൽ ആദ്യം ഉണ്ടാകുന്ന വിധിയിൽ എനിക്ക് തോന്നുന്നു ഒരാളെ ഒഴികെ ബാക്കി എല്ലാവരെയും ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഡൽഹി ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുന്നു, എല്ലാവരെയും വെറുതെ വിടുന്നു. പിന്നീടാണ് സുപ്രീം കോടതിയിൽ മറ്റൊരു വിധി തിരിച്ചുണ്ടാവുന്നത്. ഏതാണ്ട് പൂർണ്ണമല്ലെങ്കിലും ആശ്വാസികരമായ ഒരു വിധി ഡൽഹി സുപ്രീം കോടതിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെഷൻസ് കോടതിയൊന്നും നിയമത്തിന്റെ ഏറ്റവും ആദ്യത്തെ വാതിൽ മാത്രമാണ്. ഇനി അവിടെ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി ഉണ്ട്, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ബഹുമാനപ്പെട്ട കേരളത്തിന് സുപ്രീം കോടതി ഉണ്ട്. അവിടേക്ക് പോകേണ്ടത് ആരാണ്? അവിടേക്ക് പോകാൻ അതിജീവിതയ്ക്ക് സാധിക്കും, പക്ഷെ പ്രോസിക്യൂഷനാണ് ബേസിക്കലി പോകേണ്ടത്. അവർക്കാണ് ഈ കേസിൽ ഒരു തിരിച്ചടി ഒരു കേസിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ അങ്ങനെ പോകുമ്പോൾ ഇനിയെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കയ്യിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന എവിഡൻസുകൾ ഉണ്ടല്ലോ, പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഇത് ഇങ്ങനെ തെളിവയോടെ നിൽക്കുന്ന തെളിവുകൾ, ആ
ആ തെളിവുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോസിക്യൂഷൻ അഭിഭാഷകരെ സർക്കാർ നിയോഗിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നോക്കൂ അഭിലാഷ്, എനിക്കും അങ്ങേക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരുപക്ഷെ CPM പ്രതിനിധിയായിട്ടുള്ള ആതിര ടീച്ചറിനും മറ്റുമൊക്കെ ദിനു വെയിലിനും പോലുമൊക്കെ നമ്മൾ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറയാനാണ് സാധിക്കുക. നമുക്ക് രാഷ്ട്രീയമായ നിലപാട് എഴുതാനും സംസാരിക്കാനുമാണ് സാധിക്കുക. പക്ഷെ അത് കോടതി മുറിയിൽ പ്രതിഫലിപ്പിക്കേണ്ടത് പ്രോസിക്യൂഷനാണ്. എനിക്ക് പറ്റുമോ, അഭിലാഷിന് പറ്റുമോ, ആതിര ടീച്ചറിന് പറ്റുമോ, ദിനു വെയിലിന് പറ്റുമോ? നമുക്ക് ആർക്കും പറ്റില്ല. അത് കൃത്യമായി നിയമത്തിന്റെ ടേബിളിൽ, നിയമത്തിന്റെ വേദിയിൽ, നിയമത്തിന്റെ ടേബിളിൽ അത് കൊണ്ടുവന്ന് വെച്ച് അത് എൻകാഷ് ചെയ്തെടുത്ത് കൃത്യമായി പൊതുസമൂഹം പ്രതീക്ഷിക്കുന്ന, അതിജീവിത ആഗ്രഹിക്കുന്ന നീതിയുടെ വിധി നേടിയെടുക്കേണ്ടത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രോസിക്യൂഷന്റെ മേലാണ്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ മേലാണ്. അതിൽ വീഴ്ച ഇനിയെങ്കിലും ഉണ്ടാവരുത്. ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് കൃത്യമായ വീഴ്ച. അത് ബഹുമാനപ്പെട്ട CPM പ്രതിനിധി ആതിര തന്നെ പറയുകയും ചെയ്തു. അതായത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം. ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്, അവരുടെ നിലപാടിനെ. അതായത് പ്രോസിക്യൂഷന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ പ്രോസിക്യൂഷൻ വീഴ്ച തുടർന്നുള്ള നിയമ പോരാട്ടങ്ങളിൽ, നിയമ പോരാട്ടം ഉണ്ടാവണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ആ നിയമ പോരാട്ടം ഉണ്ടാകുമ്പോൾ തുടർന്നുള്ള നിയമ പോരാട്ടങ്ങളിൽ ഒരു ഇട പോലും, കണികയുടെ പോലും വ്യത്യാസത്തിൽ വീണു പോവാതെ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇതിൽ മറ്റൊരു പക്ഷമില്ല. നേരത്തെ ആരോ പറഞ്ഞു ആണധികാരത്തിന്റെ വേദികൾ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം അവരെ തിരുത്താൻ താല്പര്യപ്പെടുകയാണ്. നോക്കൂ, ഈ ജഡ്ജി ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഇതിൽ കൂറുമാറിയത് അവരിൽ സ്ത്രീകളുണ്ട്. അപ്പൊ ആൺപക്ഷം പെൺപക്ഷം എന്നൊന്നും ഈ സെക്ഷൽ പ്രെഡേറ്റേഴ്സിന്റെ കാര്യത്തിൽ, പീഡകരുടെ കാര്യത്തിൽ ഒന്നുമില്ല. ഇതിലുള്ളത് ഒന്ന് നീതിയുടെ പക്ഷവും രണ്ട് അസത്യത്തിന്റെ പക്ഷവുമാണ്. ആ നീതിയുടെ പക്ഷത്തിൽ ആണായാലും പെണ്ണായാലും, പ്രതിപക്ഷമായാലും കോൺഗ്രസ് ആയാലും CPM ആണെങ്കിലും BJP ആണെങ്കിലും, ആ നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കണം, അങ്ങേക്ക് സാധിക്കണം, കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് സാധിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അഡ്വക്കേറ്റ് PM ആതിര, ഇവിടെ ഇപ്പോൾ പ്രോസിക്യൂഷനെ കുറിച്ച് ആണധികാരവും ആൺപക്ഷവും രണ്ടാണെന്ന് ഇദ്ദേഹത്തിനെ ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടും. മിനിമം ജെൻഡർ സെൻസിറ്റിവിറ്റിയെ കുറിച്ചുള്ള വായന ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ്. ശരി, ഓക്കെ. അഡ്വക്കേറ്റ് ആതിര, ഇവിടെ ഇപ്പോൾ പ്രോസിക്യൂഷനെ കുറിച്ച് നമുക്ക് രണ്ട് പ്രോസിക്യൂട്ടർമാർക്ക് പിൻവാങ്ങേണ്ടി വന്ന ഒരു കേസാണ്. ഇത് മാത്രമല്ല, അതിജീവിത സുപ്രീം കോടതിയിലടക്കം ട്രയൽ കോർട്ട് മാറ്റണമെന്നാവശ്യപ്പെടുന്ന അഭൂതപൂർവമായ ഒരു സംഭവ വികാസത്തിന് സാക്ഷ്യം വഹിച്ചു. അത് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ അംഗീകരിച്ചില്ല. സ്റ്റേറ്റ് അതിജീവിതയ്ക്കൊപ്പമായിരുന്നു ഈ വിഷയത്തിൽ. പക്ഷേ ആ ഒരു മാറ്റം എനിക്ക് തോന്നുന്നു ജുഡീഷ്യറിയുടെ ഇന്റഗ്രിറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ആയി കണ്ടിരിക്കാം കോടതി. എന്തായാലും അത് മാറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അഡ്വക്കേറ്റ് B രാമൻപിള്ളയെ പോലെ വളരെ ഒരു മൈറ്റി ഡിഫൻസ് സിസ്റ്റം അപ്പുറത്തുള്ളപ്പോൾ അതിന് കിടപിടിക്കുന്ന വിധത്തിൽ പ്രോസിക്യൂഷൻ സജ്ജമായിരുന്നു. അതിന് അവർക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞിരുന്നോ എന്നൊക്കെയുള്ളത് ചോദ്യമാണ്. ഇപ്പോൾ അജയകുമാർ സാറിന് വേണ്ടത്ര ജൂനിയേഴ്സിനെയും മറ്റ് സംവിധാനങ്ങളെ ഒന്നും ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലൊക്കെ ഹൈക്കോടതിയിലും അതുപോലെ തന്നെ വിചാരണ കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഭിഭാഷകരടക്കം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു. അപ്പോൾ വളരെ വലിയ, കേരളത്തിലെ ഏറ്റവും സുശക്തമായ ഡിഫൻസിനെ ആ അർത്ഥത്തിൽ നേരിടാൻ പറ്റുന്ന വിധത്തിൽ സജ്ജമായിരുന്ന പ്രോസിക്യൂഷൻ എന്ന ചോദ്യം പ്രസക്തമാണോ? അല്ല, ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധി വളരെ വിശദമായിട്ട് ഇവിടെയെങ്കിലും ഈ ചർച്ചയിലെങ്കിലും ഈ കേസിൻ്റെ ആഴങ്ങളിൽ എവിടെയാണ് വീഴ്ച പറ്റിയത് എന്നുള്ള ക്രിറ്റിസിസത്തിലേക്ക് വന്നല്ലോ. യഥാർത്ഥത്തിൽ ഈ വിധി വന്ന സമയത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം ഈ നിലപാടല്ലല്ലോ എടുത്തത്. കുറ്റവിമുക്തനായ പ്രതിക്ക് നീതി ലഭിച്ചു എന്ന് പറയുന്ന വിധത്തിലേക്ക് പോയി കാര്യങ്ങൾ. പ്രതിക്ക് നീതി ലഭിക്കാനുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടൊന്നല്ലല്ലോ പുറത്തേക്ക് വന്നത്. റേപ്പ് പോലൊരു കൂടിയ കുറ്റകൃത്യത്തിലെ ഗൂഢാലോചന കേസിലെ ആ പ്രതിയെ കേവലം ഒരു വിചാരണ കോടതി കുറ്റവിമുക്തനാക്കി എന്ന് പറയുന്ന സമയത്ത് അതിനെന്ത് കാരണമെന്നുള്ള വിധിന്യായം പോലും വായിച്ചു നോക്കാതെ ആ പ്രതിക്കൊപ്പം നിന്നു അയാൾക്ക് നീതി ലഭിച്ചു എന്ന് പറയാൻ മാത്രം ഒരു പാർട്ടി എത്രത്തോളം അധപ്പതിച്ചു പോയി എന്നുള്ളതാണ്. അയാളെ തിരുത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള ഒരു പദവിയിലല്ലല്ലോ അയാൾ ഇരിക്കുന്നത്. എന്നിട്ട് അത് പറഞ്ഞത് നമുക്കിവിടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കേട്ട് നിൽക്കേണ്ടി വന്നു. ഇവിടെ പല രീതിയിൽ ഭരണ സംവിധാനത്തിനെ വിമർശിക്കുന്ന ആളുകൾ ഈ കേസിനകത്ത് എവിടെയാണ് പാളിച്ച വന്നതെന്ന് അവർ പോയിന്റ് ഔട്ട് ചെയ്യട്ടെ, തിരുത്തണമല്ലോ. സ്വയം വിമർശനത്തിന് വിധേയമാവാൻ സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ടും ഈ സംവിധാനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. എല്ലാം ഇപ്പോഴേ ഈ പറഞ്ഞ ദ്വാരമടച്ചുള്ള സംവിധാനമാണിതെന്ന് ഞാൻ പോലും കരുതുന്നില്ല. കോൺഗ്രസ് പ്രതിനിധിയോട്, ഞാനൊരു ടീച്ചറല്ല, ഞാൻ 7 വർഷം പ്രോസിക്യൂഷൻ ചെയ്തിട്ടുള്ള 22 വർഷമായിട്ട് അഭിഭാഷക വൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ കേസിനകത്ത് ആദ്യം വന്ന പ്രോസിക്യൂട്ടർ ആരായിരുന്നു? സൗമ്യ കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾക്കകത്ത് കൺവിക്ഷൻ വാങ്ങിക്കൊടുത്തിട്ടുള്ള ആളെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ആ സ്ഥാനത്ത് മാറേണ്ടി വന്നു? അത് കോടതിയായിട്ടുള്ള കോൺഫ്ലിക്റ്റ് മാത്രമാണോ?
മറ്റെന്തെങ്കിലും രീതിയിലുള്ള സ്വാധീനമാണോ? ഇതൊക്കെ ഈ കേസിനകത്ത് ഇനിയും പുറത്തേക്ക് വരേണ്ട കാര്യങ്ങളാണ്. വന്ന പ്രോസിക്യൂട്ടർമാർക്ക് എന്തുകൊണ്ടാണ് ആ കോടതി മുറിക്കകത്ത് നിന്ന് കേസ് കൈകാര്യം ചെയ്യുന്നതിന് പ്രയാസം സംഭവിച്ചത്? എന്ത് പ്രയാസമായിരുന്നു അതിനകത്ത് സംഭവിച്ചത്? ഇതൊക്കെ ഈ കേസിനെ ആകെ ബാധിച്ചിട്ടുള്ള വിഷയമാണ്. അതിനകത്തുൾപ്പെടെ 8ാം പ്രതിക്ക് റോൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെ ആലോചിക്കുന്നത്. സാധാരണ ഇത്തരം എത്രയോ കേസുകൾ, റേപ്പ് ഉൾപ്പെടെയുള്ള കേസുകൾക്കകത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് കോടതി കുറച്ചുകൂടി വിക്ടിം സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു കോടതിയും സംവിധാനമാണ്. ഹ്യൂമിലേറ്റിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അനുവദിക്കാത്ത കോടതികളാണ്. ഇറ്റ്സ് ഹ്യൂമിലേറ്റിംഗ്, ഇറ്റ് ഈസ് ടാർണിഷിംഗ് എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കാൻ സമ്മതിക്കാറില്ല. അത്തരം ചോദ്യങ്ങളെ കോടതിയാണ് പ്രോസിക്യൂഷൻ എണീറ്റ് ചാടി നിന്ന് എതിർക്കും. അതേസമയം തന്നെ കോടതിയും പറയാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത്തരം പരിണിത പ്രജ്ഞരായിട്ടുള്ള അഭിഭാഷകരുടെ മുന്നിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച വന്നിട്ടുണ്ടോ? ഇതൊക്കെ ഇതിനകത്ത് പുറത്തേക്ക് വരേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രോസിക്യൂഷന് വീഴ്ച വന്നു എന്ന് പറയണമെങ്കിൽ ഈ അന്വേഷണ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ള തെളിവുകളെ കോടതിയെ ബോധിപ്പിക്കുന്ന കാര്യത്തിൽ എവിടെ വീഴ്ച വന്നു എന്ന് ഇനി വരാൻ വേണ്ടി പോകുന്ന 12-ാം തീയതി വരാൻ വേണ്ടി പോകുന്ന, ഡിസംബർ 12-ന് വരാൻ വേണ്ടി പോകുന്ന വിധിന്യായം വായിക്കാതെ എങ്ങനെയാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക? ഇന്ന തെളിവ് കോടതിയിൽ ഹാജരാക്കുന്നതിന്, ഇന്ന വിറ്റ്നസിനെ പഠിപ്പിക്കുന്നതിന്, കൂട്ടിൽ കയറ്റുന്ന സമയത്ത് പഠിപ്പിക്കുന്നതിന് വീഴ്ച വന്നിട്ടുണ്ട്, പ്രോസിക്യൂഷൻ മര്യാദക്ക് പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാനുള്ള എന്ത് വീഴ്ചയാണ്? ഞാനിതിൽ എവിടെയും പ്രോസിക്യൂഷന് വീഴ്ച വന്നു എന്ന് ഈ ചർച്ചയിൽ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അറിയാത്ത കാര്യങ്ങൾ നമുക്കൊരു ചർച്ചയ്ക്കകത്ത് പറയാൻ വേണ്ടി കഴിയില്ല. ഈ അതിജീവിത കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതിജീവിതയും സുഹൃത്തുക്കളും നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ബേസിക് ഡിഫൻസ് അവരുയർത്തിയ ബേസിക് ഡിഫൻസ് 1ഉം 8ഉം പ്രതികൾ തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ്. ആ ബേസിക് ഡിഫൻസ് അക്സെപ്റ്റ് ചെയ്യാതെ ഇനി 12-ാം തീയതി വരുന്ന വിധി നമുക്ക് അതിനുശേഷം പഠിക്കാം. ആ ബേസിക് ഡിഫൻസ് അക്സെപ്റ്റ് ചെയ്യാതെ 8ാം പ്രതിയെ വെറുതെ വിടാൻ പറ്റില്ല. അപ്പൊ ആ ബേസിക് ഡിഫൻസ് എന്ന് പറയുന്നതിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. കയ്യിലിരിക്കുന്ന തെളിവ് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല. രാമപിള്ള കണ്ടപ്പോ പ്രോസിക്യൂഷനെ മുട്ടിടിച്ചെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണ്. അത് അംഗീകരിക്കൂ. രാമപിള്ള കണ്ടപ്പോ പ്രോസിക്യൂഷനെ മുട്ടിടിച്ചെന്ന് അങ്ങാണ് പറഞ്ഞത്. അങ്ങനെ മുട്ടടിച്ചെങ്കിൽ ആ ഒന്നിനും കൊള്ളത്തില്ലാത്തൊരു പ്രോസിക്യൂഷനെ നിങ്ങൾ പറയൂ. ശരി, ഓക്കെ. അല്ല, നമുക്ക് ശരി, എന്തായാലും അതിജീവിതയുടെ പക്ഷം അല്ലെങ്കിൽ അതിജീവിത പ്രോസിക്യൂഷനെ വിമർശിച്ചിട്ടില്ല. എന്തായാലും വിധി പകർപ്പ് വരട്ടെ. എന്തുകൊണ്ടാണ് എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യാത്തത് എന്നുള്ളത് എന്തായാലും വിധി പകർപ്പ് വരട്ടെ. നമുക്ക് ബിനു, എനിക്ക് തോന്നുന്നു ഇതൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സമയമാണ്. ആരെവിടെ നിൽക്കുന്നു, ആര് അതിജീവിതയ്ക്കൊപ്പമുണ്ട്, ആര് അങ്ങനെ അല്ലാതുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന സമയമാണ്. ദിലീപ് സർവശക്തനായി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും. അദ്ദേഹം മലയാള സിനിമയിൽ ഒരു അധികാര കേന്ദ്രമായിരുന്നു, ഒരു കേവല നടൻ മാത്രമായിരുന്നില്ല, ഒരു അധികാര കേന്ദ്രമായിരുന്നു, നിയന്ത്രണാധികാരമുള്ള നടനായിരുന്നു. അതേ നിയന്ത്രണാധികാരത്തോടെയുള്ള ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് സിനിമാ പ്രവർത്തകർ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വിചാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, ആരൊക്കെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് വന്ന ഒരു മെസ്സേജിൽ അപ്പാനി ശരത്തിന്റെ പോസ്റ്റിന് ലൈക്കിട്ട ആളുകളെ വരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ ആ പക്ഷത്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ സമൂഹം ജാഗ്രതയോടുകൂടി ആളുകളെ കാണുന്നുണ്ട്. അവർ കൃത്യമായും നിങ്ങൾ എവിടെയാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറയാമോ? നോക്കൂ, അതിജീവിതകളായ വ്യക്തികൾക്കൊപ്പം നിൽക്കുന്ന നമ്മളടങ്ങുന്ന മനുഷ്യരോട് കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ഈ പറയുന്ന അനീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യർ ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അതിൽ നിങ്ങൾ 6 പേരെ കുറ്റാരോപിതരായ പ്രതികളായി കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ശിക്ഷ വിധിച്ചതിൽ നിങ്ങൾക്ക് സെലിബ്രേഷൻ ഒന്നുമില്ലേ? ദിലീപിനെ അക്വിറ്റൽ ചെയ്തതിൻ്റെ അകത്ത് മാത്രമാണോ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളത് എന്നാണ്. ഇവരോട് വളരെ കൃത്യമായി ചോദിക്കുക, നിങ്ങൾക്ക് എന്താ സെലിബ്രേറ്റ് ചെയ്യാനില്ലേ? 6 പേരെ ശിക്ഷിച്ചതിനകത്ത് നിങ്ങൾക്ക് സെലിബ്രേഷൻസ് ഒന്നുമില്ലേ? അതിജീവിതം നേടിയെടുത്ത ഈ പാതിയായ നീതിയിൽ നിങ്ങൾക്ക് എന്താ സെലിബ്രേഷൻ നടത്തിക്കൂടെ എന്നുള്ള ചോദ്യമാണ് ആദ്യമായിട്ട് അവരോട് ചോദിക്കാനുള്ളത്. അവർ ഈ അക്വിറ്റൽ മാത്രമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നും അതിജീവിതയെ ഒരു കാലത്തും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2 മാധ്യമങ്ങൾക്ക് നേരെ ഉയർന്ന വലിയൊരു വിമർശനമാണ്, നിങ്ങൾ ദിലീപിന്റെ പ്രൈവസിയിൽ കടന്നു കയറുന്നു, ഡോൺ പറത്തുന്നു, പിറകെ നടക്കുന്നു, കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യർ ദിലീപിന്റെ പ്രൈവസിയെ കുറിച്ച് ഇത്ര വാചാലരാവുന്ന ഈ മനുഷ്യർ
നടിയുടെ മെമ്മറി കാർഡ് അടങ്ങുന്ന ഹാഷ് വാല്യൂ മാറിയ സമയത്ത് ഒരു സമയത്ത് പോലും അതിജീവിതയുടെ ഈ ദൃശ്യങ്ങൾ, അതിക്രമം നടന്ന ദൃശ്യങ്ങൾ ഹാഷ് വാല്യൂ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് മാറി എന്ന് പറഞ്ഞ ഒരു നിമിഷത്തിലും ആ വ്യക്തിയുടെ പ്രൈവസിയെക്കുറിച്ച് ഒരു നിരാശയും ഉണ്ടായിരുന്നില്ല. ദിലീപിന്റെ ഇന്നലത്തെ വിഷ്വൽസ് ആലോചിച്ച് ഉറക്കം കിട്ടുന്നില്ല എന്നൊക്കെയാണ് ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. എന്നിട്ട് ഞങ്ങളോടൊക്കെ ചോദിക്കാം, നിങ്ങൾ എന്താ മനുഷ്യാവകാശ പ്രവർത്തകർ അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തിയുടെ പ്രൈവസിയെക്കുറിച്ച് സംസാരിക്കുന്നത്? സൗകര്യമില്ലെന്നേ. രാമൻ പിള്ളയെ പോലെ ഒരു വക്കീലിനെ വെക്കാൻ കെൽപ്പും ഈ ഇൻഡസ്ട്രിയെ മൊത്തം നിയന്ത്രിക്കാനും പറ്റുന്ന ഒരാൾക്ക് വേണ്ടി എന്തിനാണ് എൻ്റെ സോഷ്യൽ മീഡിയയിലെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇടേണ്ട ആവശ്യം എന്താണെന്നേ? സൗകര്യമില്ല. അതിൽ കുറഞ്ഞുള്ള മനുഷ്യാവകാശ പ്രവർത്തകനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയാൽ മതി, ബാക്കി അവർ തന്നെ അങ്ങോട്ട് സ്വയം ചെയ്തോട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. ഇദ്ദേഹം വളരെ കൃത്യമായി നടൻ എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡോക്ടർ മാളവിക ബിന്നി പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളെ കൂടി അകറ്റി നിർത്തേണ്ടത് അദ്ദേഹം ഇതേ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് തിയേറ്ററുകളിൽ നമ്മുടെ മുന്നിൽ വരുന്നത്, ഇതേ സോഷ്യോ കൾച്ചറൽ ക്യാപിറ്റൽ ഉപയോഗിച്ചാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നോക്കൂ, ഈ കാലത്ത് ലജ്ജിക്കാൻ നമുക്ക് ഒരുപാട് പേരുകളുണ്ട്. പിഷാരടി മുതൽ ധർമ്മജൻ മുതൽ ലക്ഷ്മിപ്രിയ മുതൽ ഫെഫ്ക മുതൽ AMMA വരെയുള്ള ഒരുപാട് പേരുകൾ നമുക്ക് ലജ്ജിക്കാനായി ഈ കാലഘട്ടത്തിലുണ്ട്. പക്ഷെ നമുക്ക് അഭിമാനിക്കുവാനുള്ള പേരുകളുമുണ്ട്. ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഇന്ന് രാജിവെച്ച് പോകുന്ന ഒരു പേര് നമ്മൾക്കുണ്ട്. WCC എന്ന് പറയുന്ന അഭിമാനത്തിന്റെ ഒരു പേര് നമുക്ക് ചുറ്റുമുണ്ട്. അതിജീവിതയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർ, മാധ്യമ പ്രവർത്തകർ, ഇതൊക്കെ ഈ കാലത്ത് അഭിമാനിക്കാവുന്ന പേരുകൾ തന്നെയാണ്. ഒരു പുരുഷാധിപത്യ സമൂഹത്തിന്റെ പിന്തുണ ഇത്രകാലം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇനി അങ്ങോട്ടും ഉണ്ടാവുകയും ചെയ്യും. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം അവസാനിച്ചു. നമസ്കാരം.